ഞാൻ ഈ NIA എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി ഉണ്ടല്ലോ ഇന്ത്യക്ക്. അപ്പം അവരൊരിക്കൽ എന്നെ കൊണ്ടുപോയി, ഒരിക്കലല്ല 8 പ്രാവശ്യം. അവസാനം ഓരൊക്കെ എൻ്റെ ആളായി തീർന്നു. അത് വേറെ വിഷയം, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഒരിക്കലും കൊണ്ടുപോയപ്പോൾ എന്നോട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ സ്വർഗത്തെ പറ്റി പ്രസംഗിച്ചിട്ട് ആളുകളെ തീവ്രവാദിയാക്കുന്നുണ്ട്, ഭീകരവാദിയാക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടോ പറയുന്നത്. NIA ഒക്കെ കൊണ്ടുപോയാൽ ചെറിയ കാര്യമൊന്നുമല്ല. 8 മണിക്കൂറൊക്കെയാണ് അവിടെ ഇരുന്ന് കൊടുക്കേണ്ടത്. 8 മണിക്കൂർ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ അങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പോൾ അവർ ചോദിക്കണം, അല്ല സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് ജറൂറുണ്ടാക്കി കുറേ ആളുകളെ രാജ്യത്തേക്ക് അങ്ങോട്ടയക്കുണ്ട്, ഇങ്ങോട്ടയക്കുണ്ട്, അങ്ങനെ ഉണ്ടായി, ഇങ്ങോട്ടയക്കുണ്ട്. ഞാൻ ചോദിച്ചു, സാറേ പേരെന്താ? എൻ്റെ പേര് പ്രവീൺ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തെ പറ്റി പറഞ്ഞ് വികാരം കൊള്ളിച്ച് യുദ്ധം ചെയ്യിപ്പിച്ച ആദ്യത്തെ ആള് ശ്രീകൃഷ്ണനാണ്. അപ്പൊ ഇയാളിന്റെ മുഖത്തേക്ക് നോക്കി, ഇനി എന്താ എങ്ങനെ പറയണത് ചോദിച്ചു. ഞാൻ സത്യാ സാർ പറയുന്നത്, നിങ്ങൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എന്നാ ശരിക്കും വായിച്ചിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞാ നിങ്ങൾ പറയും, എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ലോകവും വേണ്ട, ഭൂമിയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞേ. അപ്പൊ അർജുനനെ കൊണ്ട് പിന്നെ യുദ്ധം ചെയ്യിപ്പിച്ചത് കൃഷ്ണനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആരെയും കൊല്ലൂല എന്ന് പറഞ്ഞപ്പോ, കൊന്നോ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് കൃഷ്ണനല്ലേ. അവൻ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞതാ, നിങ്ങൾ എടുത്തോളൂ ഭഗവത്ഗീത, നെറ്റിൽ കയറിയിട്ട് എടുത്തോളൂ. അതിലെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം എങ്ങനെയാ അറിയോ തുടങ്ങുന്നത്? ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവാ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അതിന്റെ തുടക്കം തന്നെ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. ഹദോവ പ്രാപ്സസി സ്വർഗം, അങ്ങനെ ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവാ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകാൻ. ഇനി ഒരു സഹാബി ഈത്തപ്പഴം എങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ കണ്ടപ്പോൾ ചോദിച്ചു, പ്രവാചക, ഞാൻ ഈത്തപ്പഴം തിന്നുന്നത്, കഴിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ചെയ്ത് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ദഖലൽ ജന്ന പ്രാപ്സസി സ്വർഗം. അത് സംസ്കൃത. ദഖലൽ ജന്ന, അത് അറബിയാണ്. രണ്ടും ഒന്ന് തന്നെ. പ്രാപ്സസി സ്വർഗം ദഖലൽ ജന്ന, പ്രാപ്സസി സ്വർഗം ദഖലൽ ജന്ന. നോക്ക്, അവിടെ ശ്രീകൃഷ്ണൻ പറയാണ് സ്വർഗത്ത് പോകുന്നു, ഇവിടെ മുഹമ്മദ് നബി പറയാ സ്വർഗത്ത് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? ശ്രീകൃഷ്ണനെ കൂടെ നിർത്തിക്കളി. എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കൂടെ, നിങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ല, പിന്നെ ഏതാ ആൺകുട്ടിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക വെച്ചൊരു ഫോട്ടോ എടുത്തു. വിജയിച്ചില്ലേ? ഒറ്റ സിറ്റിംഗ് കൊണ്ട് വിജയിച്ചു. അതാ, ഒരു പേടിയും കൂസലും സത്യത്തിന്റെ ആളുകൾക്ക് ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ബോധ്യപ്പെട്ട 8 തവണ ലോകത്തൊരാളും കാണാത്ത വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന് ഒറ്റക്ക് അത് കൂട്ടി കൊണ്ടുപോവുക. ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പ് ആൾ പോവുക തന്നെ. കുറേ ദിവസം തന്നെ കൊണ്ടുപോയപ്പോ ഒരു ചിരിക്കാണ്ടില്ല. കാരണം എന്താ പറയുക, ഉറങ്ങുന്നവർക്കത്ത് തോണ്ടി എണീച്ചിട്ട് മുസ്ലിങ്ങൾക്ക് തീവ്രവാദം പാടുണ്ടോ ചോദിച്ചാൽ ഇല്ല 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 എന്ന് പറയുന്ന ആളാണ്. പിന്നെ എന്ത് തീവ്രവാദം, എന്ത് ഭീകരവാദം? ഒരു മുട്ടുസൂചി ജീവിതത്തിൽ ഇന്ന് വരെ വേറൊരുത്തനെ കുത്താൻ പള്ളി ടൗസറിന് പോലും കുത്തിയിട്ടില്ല. അത് ആരാനെ കുത്തിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. പിന്നല്ലേ ഇവര് ചെക്ക് ചെയ്യണ്. തുണികുപ്പായൊക്കെ കഴിച്ചിടിപ്പിച്ചൊക്കെ ചെക്ക് ചെയ്ത് കാണും. മനസ്സിലായോ? ഇതൊക്കെ നടക്കുന്ന ഒരു ലോകത്തുങ്ങളോട് ഞാൻ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച ഈ സ്വർഗം നിങ്ങളുടെ സന്യാസിമാർ പഠിപ്പിക്കുന്നു. ഇതാണ് എൻ്റെ ചോദ്യം. അത്ര എൻ്റെ ചോദ്യമുള്ളൂ. ഞങ്ങളാ പഠിപ്പിക്കുന്നത് നിങ്ങളെ. ആ സ്വർഗത്തെക്കുറിച്ച് ഇന്നും വയൽ പറയുന്നത് ഞങ്ങളാ. ആ സ്വർഗം ഉണ്ട് ഞങ്ങൾക്ക് ഉറപ്പാ. കാരണം ഭഗവത്ഗീതയിൽ ആ സ്വർഗം ഉണ്ട്, ബൈബിളിൽ യേശുക്രിസ്തു പറയാണ്, നിന്റെ കണ്ണ് പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക. കാരണം 2 കണ്ണുമായി നരകത്തിൽ പോകുന്നതിനേക്കാളും കണ്ണില്ലാത്തവനായി സ്വർഗത്തിൽ പോകലല്ലയോ നല്ലത്. നിന്റെ കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കൈ ഛേദിച്ച് കളയുക. 2 കൈകളുമായി നരകത്തിൽ പോകുന്നതിനേക്കാളും സ്വർഗത്തിൽ പോകലല്ലയോ നിനക്ക് നല്ലത്. ഇനി നരകണ്ടോ? 108 ഉപനിഷത്തുണ്ട്. എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ കുടപ്പം വന്നാൽ ഞാൻ കാണിച്ചിരുന്നു. 108 ഉപനിഷത്ത്, 4 ചതുർവേദം. ഹിന്ദുക്കളർക്ക് എല്ലാ പുസ്തകവും ഉണ്ട് എൻ്റെ വീട്ടിൽ. അത് വെക്കാൻ സ്ഥലമല്ല ഉണ്ടായി, അത്രയും. ഇത് വെറുതെ പറയല്ല, വായിച്ചു നോക്ക് നിങ്ങൾ, അത്ഭുതപ്പെട്ടു. അപ്പൊ പിന്നെ തല്ലാനൊന്നും നേരം ഉണ്ടാവില്ല, കെട്ടിപ്പിടിക്കാൻ നേരം ഉണ്ടാവും, ഒന്നാകാനേ നേരം ഉണ്ടാവും. തല്ലൂല. പിന്നെ ബാബരി മസ്ജിദ് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ രാമക്ഷേത്രം ഉണ്ടാക്കാനോ കെട്ടിപ്പടുക്കാനോ ഒറ്റക്കുട്ടി വരൂല. വേദം പഠിച്ചാല്. വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. രാഘവൻ നായർ ചോദിച്ച, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരെന്താ മണിച്ചിത്രത്തായിട്ട് ഹൃദയത്തെ പൂട്ടിയിരിക്കുകയാണോ? എന്താ അവർ ചിന്തിക്കാത്തത്? അത്ര ചിന്തിക്കേണ്ട ഒരു വേദഗ്രന്ഥം. ഇനി നോക്ക് നിങ്ങൾ, ഈശാവാസോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം
അതിൽ നരകമുണ്ട് എന്നാ പറയുന്നത്. ആർക്കാ നരകം അതും കൂടി പറയാ. ആ ശ്ലോകം ഒന്ന് കേട്ടോ. അന്തം തമഃപ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവതേ സംഭൂത്യാമൃതഃ. ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പശുവിനെ ആരാധിക്കരുത്. എങ്ങനെ പശുവിനെ ആരാധിക്കരുത്? ഒരൊറ്റ ഹിന്ദുവിനറിയോ അതിന്റെ അർത്ഥം? പാമ്പിനെ ആരാധിക്കരുത്, ദേവനെ ആരാധിക്കരുത്, ദേവിയെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്. എത്ര കൃത്യം! ഒരു സൃഷ്ടിയെയും ആരാധിക്കരുത്. അങ്ങനെ ആരാധിച്ചാലോ അന്തം തമഃ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവതേ യഹു സംഭൂത്യാമൃതഃ. സൃഷ്ടി പൂജ നടത്തിയാൽ അന്ധകാര നിവിഡമായ നരകത്ത് പോകുന്ന. അപ്പോ സൃഷ്ടി പൂജ പാടില്ല, ഖബർ ആരാധന പാടില്ല, ഖബറാളിയെ ആരാധിക്കാൻ പാടില്ല, ഒരു ജിന്നിനെയും മലക്കിനെയും ആരാധിക്കാൻ പാടില്ല. ലോകത്ത് മനുഷ്യനെ പഠിപ്പിച്ച തത്വമാണ്. ഏതെങ്കിലും ഒരു വേദഗ്രന്ഥമല്ല, എല്ലാ വേദവും. ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർതൃപാത് ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. എന്നിട്ട് പറയണം ത്വമേകം ജഗത്കർതൃപാതൃ പ്രകൃതൃ ത്വമേകം വരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ഏകൻ എന്ന് പറയുന്നത്. ഏകനായ റബ്ബിനോടാണ് പ്രാർത്ഥന. അതിന്റെ അർത്ഥം ഏകനായ റബ്ബിന്റെ മുമ്പിലാണ് നേർച്ച. ഹൈന്ദവ വേദഗ്രന്ഥത്ത് പോലുള്ള അതാ. അല്ലാണ്ട് മൊയ്തീൻ ശൈഖിനല്ല നേർച്ച, മമ്പറന്നങ്ങൾക്കല്ല നേർച്ച, ഉള്ളാളന്നങ്ങൾക്കല്ല നേർച്ച. അവരുടെ പേരിൽ നേർച്ച ശിർക്കാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വേദഗ്രന്ഥം പോലും പഠിപ്പിച്ച അതാണ്, ബൈബിൾ പോലും പഠിപ്പിക്കുന്ന അതാണ്. പിന്നെന്ത് കേൾക്കണം നിങ്ങൾക്ക്? എന്നിട്ട് ഇത് പഠിപ്പിക്കാൻ ഇവിടെ ഉസ്താദുമാരുണ്ടോ? ഇല്ല. ഉസ്താദുമാർ പഠിപ്പിച്ച പോലെ അന്നം മുട്ടൂലേ? അന്നം മുട്ടും. നമ്മൾ അന്നം മുട്ടൂല. കാരണം കയ്യിൽ നോക്കുങ്ങൾ അല്ല പത്തരമാറ്റ തയമ്പാ പാടത്ത് പണിയെടുത്തതിൻ്റെ വന്ന് നോക്കിങ്ങള് വന്ന് നോക്കി. അതുകൊണ്ട് ഒരാളെ പേടിയില്ല. എന്തിനു പേടിക്കണ്? 26-ാം അധ്യായം 127, 145, 160, 180 വചനങ്ങളിൽ പറയാൻ ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, ഞങ്ങളുടെ പ്രതിഫലം പടച്ചോൻ തരും. അത് പറയാനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്കുണ്ട്. ഇത്തിരി പോന്നെ ഈ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന ഇത്തിരി പോന്ന തേനാണ് 3000-4000 വാങ്ങണതേ. ആ ബാക്കവിയൊക്കെ 3000-4000. എന്നിട്ട് കുട്ടി ഉണ്ടാവുന്നു. എന്നിട്ട് കൊടുക്കാൻ പാവപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട APK സുനികളെ, നിങ്ങൾ മുജാഹിദായോ? നിങ്ങളൊരു ഉറുപ്പ്യം വാങ്ങാൻ ഒരു മൗലവ്യം വരില്ല. 10 ഉറുപ്പ്യ നിങ്ങൾക്ക് അങ്ങോട്ട് തരികയെന്നല്ലാതെ എൻ്റെയൊക്കെ ജീവിതാനുഭവം അതാ. 10 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുക്കേണ്ടി വരിക. ഇങ്ങോട്ട് വാങ്ങിക്കേണ്ട അവസ്ഥയല്ല. അത് ഉണ്ടാവില്ല ഒറിജിനൽ ഇസ്ലാം ആണെങ്കിൽ. അനങ്ങിയ പൊറാട്ട നിറഞ്ഞ മൈര്യ. സത്യം ഞാൻ വെറുതെ പറയാം. നോക്ക് നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബീന്റെ ഷോൾഡറിൽ ഒരു തട്ടുണ്ടാവും. പ്രവാചക തിരുമേനി ആ തട്ടം നബി ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് താഴെ വീണു, നിലത്തിടും. ഇബ്നു അബ്ബാസ് എടുക്കാൻ കുഞ്ഞാവ് പറഞ്ഞു, അന്റെ തട്ട താഴെ വീണെന്ന് ചോദിച്ചു. റസൂലാ ചോദിക്കണത്, അന്റെ തട്ടാണ് താഴെ വീണ്? അല്ല. പിന്നെ അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദിന്റെ തട്ടാ വീണ്. അജ്ജ് എടുക്കണ്ടല്ലേ, എനിക്ക് എടുക്കാറിയാം, അല്ല എനിക്ക് കയ്യന്ന്. അവൻ ചിന്തിക്കണേ. ഇന്ന് മൊയ്ലിയാരോ കുനിയെ പോയിട്ട് ചെങ്ങായിമാരെ ഇങ്ങനെയുള്ളൊരു സാധനം കൈ ഇങ്ങനെ നീട്ടിയെടുക്കുവോ? നാട്ടുകാരെടുത്തു കൊടുക്കല്ലാണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ബിരിയാണി വാങ്ങി തിന്നോലൊന്ന് കയ്യൊന്നിക്കും. ജീവിതത്തിൽ AP ഉസ്താദ് ബിരിയാണി വാങ്ങി തന്നിട്ട് തിന്നോല് കൂടെ പോകുമ്പോ ഉണ്ടാവില്ല. എന്തല്ലാത്ത അവിടുന്ന് മനസ്സിലായിക്കൂടാ ദീൻ എന്താണ്, മുഹമ്മദ് നബി ആരാണെന്നും ദീൻ എന്താണ്. ഇതിങ്ങനെ പറയാൻ നിങ്ങളെ താരം വരൂല. അതാണ് ആ പറഞ്ഞ ദൗത്യാണ്. ഇവിടുന്ന് തിരിച്ചു ഞാൻ വരുമ്പോ പറയാൻ എന്താ അറിയോ? ചിലപ്പോൾ മയ്യത്തായി കൊണ്ടുവരിക, ചിലപ്പോൾ ഒരു കയ്യും കാലും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ എനിക്ക് കൊണ്ടുവരിക. എന്നാലും ബേജാറായത് സത്യം പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ദീൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ബാധ്യത ഉണ്ട്. ഞാനിവിടെ വന്ന് പ്രസംഗിക്കും, എനിക്ക് നിങ്ങളോടൊക്കെ ബാധ്യത ഉണ്ട്. ഓരോ കുട്ടിനോടും ബാധ്യത ഉണ്ട്. ആ ബാധ്യത എന്താ? നിങ്ങൾക്ക് ഹക്കേ പറഞ്ഞു തരുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്നുകൂടി പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോകും. ഈ മനുഷ്യ സൃഷ്ടി നടത്തിയ പടച്ചോനില്ലേ, ആ പടച്ചോൻ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് അവനോട് നന്ദി കാണിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ചു, അവനോടല്ലേ നമ്മൾ നന്ദി കാണിക്കേണ്ടത്? ആ പടച്ചോനല്ലേ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും സൃഷ്ടിച്ച്. നിങ്ങൾക്കറിയോ, ഞാൻ ഈ ബൈബിള് ഹീബ്രു ഭാഷയിൽ ചില വാചകങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പറയാണ്, ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. യഹ് അഹദ് അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് ഏകം സത് ബഹുദാ വിപ്രാവദന്തി യോ ദേവാ നാം നാമദാ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർത്തൃ. നോക്ക് എത്ര വ്യക്തമാണ് ഏകനായ ദൈവം. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും ഒക്കെ സൃഷ്ടിച്ച ഒരൊറ്റ ദൈവം.
എങ്കിൽ ആ ദൈവത്തെ ആരാധിച്ചുകൂടെ നമുക്ക്? എന്ത് നഷ്ടമാണ് നമുക്കതിൽ വരാനുള്ളത്? ആളുകൾ മാത്രമല്ല, ഇന്നത്തെ ഒരു കുട്ടികളൊക്കെ എത്ര വിവരമില്ലാത്ത മക്കളായി പോകാൻ പാടുണ്ടോ? നിങ്ങൾ നോക്കൂ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഇതൊക്കെ ഗോളങ്ങളാണ്. ആ ഗോളങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണ്, അല്ലേ? അല്ലേ? ശരിക്കുമല്ലേ? ഏതെങ്കിലും ഒരു നക്ഷത്രം ഒന്ന് ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതെങ്കിലും ഒരു നക്ഷത്രം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ന് നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങളും ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇന്ന് നമ്മൾ കാണുന്ന പല കോടി കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രം എന്നോ ചത്തുപോയതാണ് പലതും. അതെന്നോ മരിച്ചു പോയതാണ്. അതിന്റെ പ്രകാശം ഇപ്പോഴാണ് ഭൂമിയിലെത്തുന്നത്. മോഡേൺ സയൻസ് പറയാണ്. എന്നിട്ട് നമ്മൾ പറയാണെന്ത്? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രം എന്തൊരു വിവരം, എന്തൊരു സയന്റിഫിക് ബ്ലണ്ടറാണ് ആ പഠിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും നിയന്ത്രിക്കുന്നത് പ്രപഞ്ചനാഥനാണ്. നമ്മൾ പറയല്ലോ ഈശ്വരന്റെ നിശ്ചയം, അല്ലെ? കുല്ല യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. എല്ലാം അല്ലാഹു തീരുമാനിച്ച. മാ സാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. 50-ാം അധ്യായം സൂറത്ത് ഹദീദ് 22-ാമത്തെ വചനം. നിങ്ങളുടെ ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തിലോ ഒന്നും സംഭവിക്കുന്നില്ല, ഒക്കെ അല്ലാഹു ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. കുല്ല ബിസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അതാണ് അല്ലാഹുമ്മ. നോക്കൂ, ഇവിടെ സമസ്തക്കാരായ ആളുകൾ പള്ളിയിൽ പോയി നിസ്കരിച്ചപ്പോ എന്തേ പറഞ്ഞത്? എന്താ നിങ്ങൾ പറഞ്ഞത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനാത് വലാ റാദ്ദ ലിമാ ഖദൈത്. അല്ലാഹുവേ, നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും സാധ്യമല്ല, നീ നൽകിയത് തടയാനും ഒരാൾക്ക് സാധ്യമല്ല. എന്റെ ചോദ്യം എന്താ അറിയോ? ഇത് മകരിമര പറഞ്ഞ നിങ്ങളോടാ എന്റെ ചോദ്യം. മൊയ്തീൻ ശൈഖിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ പൊരുൾ എന്താ? അല്ലാ, നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്ക് സാധിക്കില്ല, അത് മൊയ്തീൻ ശൈഖിന് സാധിക്കുന്നു എന്നാൽ നിങ്ങളോടാ ചോദിക്കണേ. നിങ്ങൾ ചെല്ലിയ കാര്യം ചോദിക്കണേ. ഞങ്ങളത് അവിടെക്കട്ടെ. ഞങ്ങൾ നിങ്ങളെ കണ്ണിൽ പണ്ടേ കഴിഞ്ഞോല അതടക്കട്ടെ. നിങ്ങളതല്ലല്ലോ. നിങ്ങളുടെ മകരിമിന് എന്താ അള്ളഹാനോട് പറഞ്ഞത്? നിങ്ങളിപ്പോ ഇശാസ്കരിച്ചിട്ട് എന്താ പറയാ അള്ളഹാനോട്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിയ ലിമാ അഅ്തൈത, ഇതൊക്കെയല്ലേ പറയുന്നത്. വലാ റാദ്ദ ലിമാ ഖദൈത, നീ വിധിച്ചത് റദ്ദ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ പറയാണെന്ത്? മൊയ്തീൻ ശൈഖ് കുട്ടികൾ തരണേ. 25 കൊല്ലം ആമിനത്താത്ത കുട്ടികളെ ചോദിച്ച് പടച്ചോനോട് നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞതാ. നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ലേ, AP ഉസ്താദ് പറഞ്ഞാണ്. AP ഉസ്താദ് എന്ന് പറഞ്ഞാൽ കാന്തപുരല്ല, AP ഗ്രൂപ്പിലെ ഉസ്താദ്. എന്ത്? അബ്ദുസമദ് സഖാഫി. എന്താ പറഞ്ഞത്? 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചോനോട് കുട്ടികളെ ചോദിച്ച് കിട്ടിയില്ല. എന്നെ ഉസ്താദ് പറയുന്ന അടുത്ത വാചകം അത്ര ചെതുള്ള വാചകമൊന്നുമല്ല, നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. അപ്പൊ CM അടവൂര് ആ ആമിനത്താത്തൊരു വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ CM അടവൂര് അതിലൂടെ ഇങ്ങനെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, CM അടവൂരായിട്ട് ഈ കുടുംബത്തിന് ഒരു ബന്ധമില്ല. ഒരന്യ സ്ത്രീയോട് CM അടവൂര് ചോദിക്കുകയാണ്, കണ്ട എനിക്ക് കുട്ടിനെ വേണോ? നമ്മളെ നാട്ടിലെ കണ്ണടിച്ച് നമ്മൾ പൊട്ടിച്ചുകളില്ലേ? നിങ്ങളെ ഭാര്യ മുറ്റത്തെക്കുമ്പോൾ ഞാൻ അതിലൂടെ പോയി, കുട്ടിയെ ആമിന എനിക്ക് കുട്ടികളെ വേണോ? എന്റെ കണ്ണുണ്ടാകും മനുഷ്യന്മാരെ. ഉസ്താദ് പ്രസംഗിച്ചതാ, ദാ അതിന്റെ ക്ലിപ്പ് ഈ മൊബൈലിൽ കിടക്കുകയാണ്. ഇപ്പൊ വേണേ കളിപ്പിച്ചു തരാൻ നിങ്ങൾക്ക്. മര്യാദ കെട്ട വർത്താനല്ല പറഞ്ഞ് എനിക്ക് ആ കുട്ടീനെ തരാൻ. അപ്പൊ ആമിൻതാത്ത പറഞ്ഞത്ര, ഏതായാലും പടച്ചോനോട് ചോദിച്ചു കിട്ടിയില്ല, നിങ്ങൾ കിടന്ന് നീക്കി. അങ്ങനെ കുട്ടി ഉണ്ടായിന്ന്. അത് പ്രസംഗിക്കാനാണ് ഉസ്താദ്മാരെ നിങ്ങൾ കൊണ്ടുവരുന്നത്, ഈ പച്ച ശിർക്ക് പ്രസംഗിക്കാൻ. അതേ ഉസ്താദ് കേരള ജനതയോട് വിളിച്ചു പറഞ്ഞ കാര്യം എന്താ അറിയോ? ഈ ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ നിഅമത്തുണ്ടോ, എന്തൊക്കെ ഖൈറുണ്ടോ, അത് മുഴുവനും നമുക്ക് നൽകുന്നത് CM അടവൂരാണ്. എത്ര വലിയ നന്ദികേടാണല്ലേ അത്. എന്ത്? ഈ ദുനിയാവിൽ എന്തൊക്കെ ഖൈറുണ്ടോ അത് മുഴുവനും CM അടവൂരാ തന്നത്. ഇനി ആഖിറത്തിൽ എന്തൊക്കെ ഖൈറുണ്ടോ അത് CM അടവൂർ. ഞാൻ ചോദിക്കും, നല്ല കൂട്ടർ, നിങ്ങളെ മതേതാ? നിങ്ങളെ പടച്ചോനാരാ? നിങ്ങൾ നോക്ക്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു SKSS കാരനെ കാണുകയെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. അസ്സലാമു അലൈക്കും. ഞാൻ SKSS കാരനാട്ടോ. നിങ്ങളെ പ്രസംഗം കിടക്ക് കേൾക്കലുണ്ട്. എന്നോട് അങ്ങനെ ഒരുപാട് ആൾ പറയും. അപ്പം ഞാൻ ചോദിക്കണം, എങ്ങനെയുണ്ട് പടച്ചോ? അപ്പം അയാൾ എന്താ പറയുക? CM അടവൂരിൻ്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നു. CM അടവൂരിൻ്റെ അനുഗ്രഹം കൊണ്ട് 3 കുട്ടികളെ കിട്ടി, 3 ബെഡ്റൂമുള്ള റൂം കിട്ടി, പോരട്ടി. ഇങ്ങനെ പറയോ? ഒരു സുന്നി പോലും പറയോ? എന്നിട്ട് മൊയ്ലിയമാരെന്താ ഈ പറയണത്? നമ്മൾ സാധാരണ ഏത് മുസ്ലിം ആയിക്കോട്ടെ, മുസ്ലിം സംഘടനകൾ ആരോടോ ആയിക്കോട്ടെ, ഖാദറേ എന്തൊക്കെ വിശേഷ ഖൈറന്നല്ലേ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനല്ലേ പറഞ്ഞിരുന്നത്? അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? ലേ വൈദ തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്നദാബി ലശദീദ്. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 7-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്താ അറിയോ?
നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ അള്ളാഹ് ചോദിക്കുകയാണ്, വൈദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാനത് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിച്ചാലോ ഞാൻ കഠിനമായി ശിക്ഷിക്കും. അള്ളാഹ് ഖുർആനിൽ പറയണം സകല അനുഗ്രഹവും ഞാനാ തന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. 5-ാം അധ്യായം 3-ാമത്തെ വചനം. നിങ്ങൾക്ക് മതമാകുന്ന അനുഗ്രഹം, ദുനിയാവിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹുവാണ് ചെയ്തത്. അല്ലേ? യൂസുഫ് നബിയുടെ ദുആ എന്താ? 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 101-ാമത്തെ വചനം. റബ്ബികദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ. നോക്കൂ, അദ്ദേഹം പറയാണ് റബ്ബികദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസി ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി. നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി, നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകി. എന്നിട്ട് എന്താ പറയണേ? അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. എനിക്ക് എല്ലാ നിയമത്തും തന്ന വലിയ രക്ഷാധികാരി ദുനിയാവിലും ആഖിറത്തിലും നീയാണ്. മൊയ്ലിയാരോ? ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ രക്ഷാധികാരിയും നമ്മുടെ നിയമത്തിന്റെ ഉടമയും ചിറ്റടി മീത്തൽ അബൂബക്കറാണ്, സീം അബൂബക്കറാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മതം ഏതാണ്? ഖുർആനായിട്ട് നിങ്ങൾക്ക് ബന്ധമല്ല. ഖുർആനിലെ ബന്ധമുണ്ടെങ്കിൽ യൂസുഫ് നബീനെ പോലെ ആകുമായിരുന്നു നിങ്ങൾ. ഖുർആനിലെ നിയമത്തുമായി ബന്ധപ്പെട്ട ഹദീസ് മുഴുവൻ നോക്ക്, അത് മുഴുവനും അള്ളാഹ് നൽകിയെന്നല്ലേ. ഖുർആൻ അള്ളാന്റെ നിയമം. കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. ഇത് അള്ളാന്റെ ഫളിലോണ്ട് കിട്ടിയത് അങ്ങക്ക് ഖുർആൻ. അള്ളാന്റെ റസൂൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. 10-ാം അധ്യായം 57, 58, 21-ാം അധ്യായം 107. എല്ലാ നിയമത്തും അള്ളാഹുവിൽ നിന്ന്. എന്നിട്ട് ഉസ്താദ് പ്രസംഗിക്കുന്ന എന്താണ്? എന്ത് നിയമത്തുണ്ടോന്നാ, എന്ത് നിയമത്തുണ്ടോ അത് മുഴുവനും. ഇതാരത്? ഇത് സി മടവൂർ എന്ന കുട്ടി. ഇതാരത്? സി മടവൂർ കെട്ടിച്ചെന്ന ഭാര്യ. ഇതാരത്? ഇത് സി മടവൂർ ഉണ്ടാക്കി തന്ന കെട്ടിടം. ഇങ്ങനെ ഒരു കൗമിനെ ലോകത്ത് നിങ്ങൾ മാനവ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? അതിന്റെ പേരാണ് AP ഉസ്താദ്. ശരിക്കും മനസ്സിലായിക്കോളി. അതുകൊണ്ടാണ് കാന്തപുരത്തിന്റെ മതം എന്ന് 15 കൊല്ലം മുമ്പ് ആ ടൈറ്റിലിട്ട് ഞാൻ പ്രസംഗിച്ച്. കാന്തപുരത്തിന്റെ മതം. കാരണം ഈ മതത്തിന് ഖുർആനായിട്ട് ബന്ധമല്ല. ഞാനിവിടെ ഖുർആൻ എത്ര വചനം ഉദ്ധരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം ഖുർആന്റെ അകമ്പടിയോടുകൂടിയല്ലേ പറഞ്ഞത്? വേദഗ്രന്ഥത്തിന്റെ അകമ്പടിയോടുകൂടിയല്ലേ പറഞ്ഞത്? ബൈബിൾ പറഞ്ഞപ്പോഴും വേദം പറഞ്ഞപ്പോഴും ഞാൻ അധ്യായ നമ്പർ പറഞ്ഞില്ലേ നിങ്ങളോട്? നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഹക്കിന്റെ കൂടെ നിൽക്ക്. അല്ലാതെ നിങ്ങൾ വിശ്വത്തിൽ അംഗസംഖ്യ കുറച്ച് കൂടുതലാണോ എനിക്കിപ്പോൾ സംശയമുണ്ട്. യൂത്ത് സമ്മേളനമൊക്കെ കണ്ടപ്പോ അധികമായ വലിയ പ്രശ്നമാണ്. അധികമല്ല, അത്ര മതി. നിങ്ങൾ അംഗസംഖ്യ കൂട്ടായി ഞങ്ങൾ വിളിക്കൂല. നിങ്ങൾക്ക് വേണേ സ്വയം നന്നായിക്കൂടെ, അത്രേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെ പറ്റി എന്തൊക്കെ പുകിൽ ഇവിടെ പറയുന്നതെന്ന്. ഞങ്ങൾ ജിന്നു പൂജകരാന്നല്ലോ പറയുന്നത്. അമ്പലത്തിൽ പറ്റി ജിന്നിനെ ആരാധിക്കുന്ന പ്രസംഗിച്ചോണ്ടാ ഞാൻ. അവിടെ ചെന്നിട്ട് നിലവിൾ കൊളുത്താൻ പറഞ്ഞ കൊളത്തില്ല, അതിന്റെ വിശ്വാസമല്ല എന്ന് പറഞ്ഞ ആളാണ്. നമ്മളെ പറ്റിയാ പറയുന്നത് ജിന്നു പൂജകരാണ്. ആര്? നമ്മളെ പാവം പിടിച്ച കൈന്റെമാര് സാധുക്കള്. അത് പറഞ്ഞിങ്ങനെ നടന്നോളി. നേരം വെളുക്കണവരെ 2 ആൾ അതിന് കെട്ടയച്ച് വിടുകയും ചെയ്തോളി, നന്നാവും. ശരിക്കും ജനങ്ങളെടുത്ത് നിന്ന് വിട്ടിട്ടുണ്ട്, ആരുമില്ല. പിന്നെ ഉള്ളത് ആ ഹദീസ് നിഷേധികളുടെ കൂടെയാണ് 4 ആള്. മനസ്സിലായോ? ഞാനിത് ഇങ്ങനൊക്കെ പറയണെന്നുണ്ടറിയോ? എന്നിട്ടും പറഞ്ഞെടുക്കുക എന്ത് വിശ്വത്തിന്റെ ജിന്നൂരി. എന്നാന്താടോ മലക്കൂരി എന്ന് പറയാത്ത? ഞങ്ങൾ മലക്കളും വിശ്വസിച്ചിട്ടുണ്ട്. മലക്കൂരി എന്ന് വിളിക്കുന്നു, അതല്ലേ ജിന്നിനേക്കാൾ കൂടുതലുള്ളത്. ജിന്നു ഊരി, മലക്ക് ഊരി, നട്ടൂരി, അങ്ങനെ വിളിച്ചൂടി. എല്ലാം ഊരട്ടെ. നേരെ മറിച്ച് ഇവിടെ വന്ന് ഒരു 4 ആയത്ത് ഉദ്ധരിച്ച് പാവപ്പെട്ട മനുഷ്യന്മാരോട് ദീന് പറഞ്ഞാൽ എന്തൊരു സുഖമുണ്ട്, എന്തൊരു ചെതുണ്ട് ചങ്ങായിമാരെ. എനിക്കിപ്പം ആകെ ബേജാറെന്തറിയോ? നമ്മളെ ജിന്നൂരി ജിന്നൂരി എന്ന് വിളിച്ചിട്ട് ഇവർക്ക് തിരിച്ചു കൊണ്ടിട്ട് ജിന്നേന്ന് ഉച്ചരിക്കാണ്ട് നാമനക്കാൻ പറ്റാണ്ടായിപ്പോയി. ശരിക്കും ഞാൻ പറയണം, അബ്ദുസ്സലാത്ത് പോലും ചെല്ലാൻ അനസിന് നേരല്ല. വന്നിട്ട് ജിന്നി നേരിട്ട് തുടങ്ങിവിടാൻ ആ പൂതി. പക്ഷെ അബ്ദുസ്സലാത്ത് ചെല്ലിയിലെ പിടുത്തം പിടില്ലോ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനത്തെ അവസ്ഥയിലാണ്. കേന്ദ്രമാരൊക്കെ ഒന്ന് പശ്ചാത്തലിച്ച് മടങ്ങിക്കോളി. നിങ്ങൾ ഞങ്ങൾ നോക്ക്, ആ PN അബ്ദുൽ ലത്തീഫ് മദനിയുടെയും TK അഷ്റഫിന്റെയും ശിക്ഷണത്തിലുള്ള ഞങ്ങളെ കുട്ടികളെ നോക്ക്. നിങ്ങൾ മൂക്കത്ത് വിരലിച്ച് നിങ്ങൾ കൗതുകൂറിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ കയ്യിലൊന്നും ഒരു അഹങ്കാരം തോന്നിയിട്ടില്ല. കാരണം ആ KM മൗലവി പഠിപ്പിച്ച ചിട്ടയിൽ ഞങ്ങളുണ്ട്, ഉമർ മൗലവി പറഞ്ഞിടത്ത് ഞങ്ങളുണ്ട്, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിടത്ത് ഞങ്ങളുണ്ട്. നിങ്ങളില്ല. എന്ത് കാര്യങ്ങളെടുത്തോ, എന്ത് കാര്യങ്ങളെടുത്തോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കയ്യിലൊന്നും, അതിലൊക്കെ ഞങ്ങൾക്ക് കൂലിയ. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു ജിന്നിനെയും വിളിക്കുന്ന ഒരുത്തനും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം അത് പറയില്ലല്ലോ, അത് പഠിപ്പിക്കുകയില്ലല്ലോ. മൊയ്തീൻ ഷാനെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കാണോ ജിന്നിനെ വിളിച്ചോളി അറിയും? അങ്ങനെ ഉണ്ടാവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ നുണയല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കണത്? എന്നാ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ഇത് പിളർന്നിട്ട് കുറച്ചൊല്ലായില്ലേ? ഇത് ഇങ്ങോട്ട് വന്നിട്ട് 23 കൊല്ലത്തിനടുത്ത് ഞങ്ങൾ 2002 മുതൽ തുടങ്ങിയ അന്നും മടവൂർ വിഭാഗം പറഞ്ഞ് ഞങ്ങൾ ജിന്നിനെ വിളിക്കുന്നവരാണ്. 22 കേരറ്റ് ചിർക്കുന്ന മദനി പറഞ്ഞ്. ഏത് മദനി? അലി മദനി പറഞ്ഞത് 22 കേരറ്റ് ചിർക്ക് ജിന്നിനെ വിളിക്കണെന്ന്.
നിങ്ങളോടെ ചോദിക്കട്ടെ, ഇത്രയും കൊല്ലായിട്ട് ഈ 22 കൊല്ലത്തിന്റെ ഇടക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ 22 കൊല്ലത്തിനിടക്ക് എന്റെ പ്രസംഗം കേട്ട് താടി നീട്ടി 200 പേരെ ഞാൻ കൊണ്ടുവരും നിങ്ങളുടെ മുമ്പിൽ. എല്ലാവിധ വൃത്തികേടുന്ന് രക്ഷപ്പെട്ട 100 കണക്കിന് മനുഷ്യന്മാരെ എനിക്ക് നിങ്ങളുടെ മുമ്പ് കൊണ്ടുവരാൻ പറ്റും. താടി നീട്ടിയ, മീശ വെട്ടി ഒതുക്കിയ, നരാണ്ട മോള് തുണി കൊടുത്തേ, അതുവരെ ടൈറ്റ് ജീൻസ് ഇട്ടിരുന്ന പെൺകുട്ടികൾ പർദ്ദയും നിക്കാബും ധരിച്ചെടുക്കുന്ന പോലെയൊക്കെ എനിക്ക് സ്റ്റേജ് കൊണ്ടുവരാൻ പറ്റും. 1000 ആളുകളെ കൊണ്ടുവരാൻ പറ്റും ഞങ്ങളുടെ പ്രസംഗം കേട്ട്. ഒരു ജിന്നിനെ വിളിക്കുന്നവൻ ഈ സ്റ്റേജ് കൊണ്ട് ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് അത് പറയാനാട്ടോ അത്രയും പറഞ്ഞ്. ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് നിസ്കാരം തുടങ്ങിയവരെ ഞങ്ങൾ കാണാം. ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ ഞാൻ കാണിച്ചു തരാം, യുക്തിവാദം വിട്ട് ഇസ്ലാം ആയാലും ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഞങ്ങളെ വർത്താനം കേട്ടിട്ട് ഒരു ജിന്നിനെ വിളിക്കുന്ന ഒരാളെ നിങ്ങളൊന്ന് ഹാജരാക്കി, ഇത് കേന്ദ്രന്മാരോട് മറുപടിയുള്ള ഒരാളെ നേരെ മറിച്ച് ഇവിടെ വന്നിട്ട് കാന്തപുരം ടീമിൽ ഒരു സക്കാഫി വെല്ലുവിളിക്കുക, മൊയ്തീൻ ഷെയ്നെ വിളിക്കുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുവരികയും നിങ്ങൾ മുയ്മനതാ, നിങ്ങൾ നിൽക്കുന്നിടം വട്ടം വരച്ചാൽ മതി, അതൊക്കെ അതാ. എന്നിട്ട് ഞങ്ങളെ പറ്റി പറയുന്നത് ഇത് ഈ രസ്റ്റ് പിടിച്ചാലല്ലാതെ ഈ റേഞ്ചിങ് ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ. വനിതാ ക്ലാസ് എടുക്കണമായിരുന്നു, ഇത് എടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നല്ലോണം മനസ്സിലായിക്കോളി, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളി. ഞാൻ മുജാഹിദുകളോട് പറയണത് ഒന്നിച്ച് പറയാം, നമുക്ക് അള്ളാഹുവിനെ വിളിച്ചോളിയുന്ന എല്ലാവരോടും, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു കൃത്യത വരുത്താൻ ഞാൻ എല്ലാ ആളുകളോടും ആവശ്യപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂല് ലോകത്തോട് വിട പറയുമ്പോ പ്രാർത്ഥിച്ച പ്രാർത്ഥന മാത്രം പരിശോധിച്ചാൽ അറിയാം ഇവിടെ മുസ്ലിങ്ങളിൽ ആരാണ് ഹക്കിലുള്ളത്, ആരാണ് ഹക്കിൽ. അത് പറയുന്ന ഒരു ഖുർആനിക വചനം ഞാൻ ആദ്യം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഏതാണ് ചൊവ്വായ പാത, ഇതാണ് സത്യപാത എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദ 6-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 153-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാണ്, ഇതത്രേ എന്റെ നേരായ പാത, ഇതാണ് എന്റെ നേരായ പാത, ഹദാ സബീലുല്ലാഹി മുസ്തഖീമാ, ഇതാണ് ചൊവ്വായ പാത, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഇടത്തോട്ട് വര വരക്കുന്ന പ്രവാചകൻ, വലത്തോട്ട് വര വരക്കുന്ന പ്രവാചകൻ, നേരെ ഒരു വര വരച്ചിട്ട് ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീം, ഇതിലൂടെ നയിക്കണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. വിശുദ്ധ ഖുർആന്റെ 4-ാം അധ്യായം 69-ാമത്തെ വചനമാണ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅതു മസീറാ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖീറതു മിൻ അംരി വമൻ യഹ്സില്ലാഹ ഫഖദ് നോക്കൂ അല്ലാഹ് പറയാണ്, ഫഖദ് ളല്ല ളലാലം മുബീനാ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിയൂനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. തറക്തുകും അലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. നോക്കൂ, വകുല്ലു ഖൈറിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഇബ്തിദാഇ മൻ ഖലഫ്. എന്താണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? ഖന്നിയത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ശൈഖ് ജീലാനി പറയുകയാണ്, ഫാലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്നാ വൽ ജമാഅ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് മത്തഫഖ അലൈഹി അസ്ഹാബ് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ നബാ ഖീല വമൻ നബാ യാ റസൂലല്ലാഹ് വമൻ നതാഅനി ദഖലൽ ജന്ന വമൻ നശാനി ഫഖദ് അബാ ദഅൗനി മാ തറക്തുകും ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫുഹും മൻ അംബിയാഇഹിം വഇദാ നഹൈതുകും മൻ ഷൈഇൻ ഫജ്തനിബൂഹു വഇദാ അമർതുകും ബിഅംരിൻ ഫൗതു ബിഹി മസ്തതതും. ഞാൻ ഇപ്പൊ പറഞ്ഞ ആയത്തും ഹദീസും മാത്രം പറയാം, 3 മണിക്കൂർ വേണം. ഇത് എവിടെയൊക്കെയാ ഉള്ളത്? ഖുർആനിലെ 6-ാം അധ്യായം 153, ഖുർആനിലെ 3-ാം അധ്യായം 30, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 65, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 59, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 69, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 80-ാമത്തെ വചനം, അതുപോലെ വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 36-ാമത്തെ വചനം,
ലോകത്ത് ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് അല്ലാഹ് പറയുകയാണ്. 4-ാം അധ്യായത്തിന്റെ 115 ഹിദായത്ത് വ്യക്തമായി, പ്രവാചകന്റെ മാതൃകയും വ്യക്തമായി. ഖൈറു മുഅ്മിനീൻ, സഹാബത്തിന്റെ വഴിയും ഇവിടെ പ്രകടമാണ്. ആ സഹാബത്ത് എന്ത് പഠിപ്പിച്ചുവോ, ആ സഹാബത്ത് എന്ത് പ്രചരിപ്പിച്ചുവോ, ആ സഹാബത്ത് ലോകത്തോട് എന്ത് കാണിച്ചു തന്നുവോ, അവരുടെ വിശ്വാസം എന്തായിരുന്നു? സൂറത്ത് ബഖറയിലെ 137 സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണേ. ഒരൊറ്റ സ്വഹാബിയും ബദരീങ്ങളെ കാക്കണേ, ഉഹ്ദീങ്ങളെ കാക്കണേ, ഖന്തഖീങ്ങളെ കാക്കണേ എന്നവരാരും പറഞ്ഞിട്ടില്ല. ശൈഖമാരെ കാത്തോളി എന്ന് അവരൊരാളും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ദൂതരെ കുട്ടികളെ തരണേ എന്ന് അവരിലൊരു സഹാബിയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ദൂതരെ രോഗം മാറ്റണേ എന്ന് അവരിലൊരു സഹാബിയും പറഞ്ഞിട്ടില്ല. എത്രയെത്ര സഹാബിമാരുടെ കഥ! അബൂബക്കർ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാനു ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ത്വൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന എന്നെണ്ണി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു ദുആ ചെയ്തിട്ടില്ല. ഉമറേ, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ കതുമാത്ത അള്ളാഹുവിന്റെ റസൂല് മരിച്ചിരിക്കുന്നു ഉമറേ. ഇനി അള്ളാഹുവിനെയാണോ ഉമറേ? ഹയ്യുല്ലാ യമൂത്ത്, ഹയ്യുല്ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്ത ലോകത്തിന്റെ തമ്പുരാൻ, സൂര്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ഫഅൽഖാ ഫിൽ അർളി റവാസി അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ ഫഅൻസൽനാ മിനസ് സമാഇ മാ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ് ഫാറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഖുർആനിലെ 31-ാം അധ്യായം 10-11 വാചക. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ നാളെ നിങ്ങള് കാന്തപുരത്തിനൂടെ കൊണ്ടുവന്ന് വിചാരിക്കുക. 10 ആയത്ത് ഇതുപോലെ പറയാൻ ശേഷി ഉണ്ടാവില്ല മനുഷ്യന്. ആരോഗ്യപരമായിട്ടല്ല, അറിവുപരമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചുകൊടുത്തിട്ടില്ലേ? നിങ്ങൾ 10 ആയത്ത് ഓതിപ്പിക്ക്. 10 ആയത്ത് മൂപ്പര് ഓതിയിട്ട് ഒരു പ്രസംഗം നടത്തിയ ഒരു പ്രസംഗം എനിക്ക് അയച്ചതാ. കാന്തപുര ഉസ്താദ് 10 ആയത്ത് ഉദ്ധരിച്ചിട്ട് അധ്യായവും വചനവും പറഞ്ഞ് പ്രസംഗിച്ച ഒരു പ്രസംഗം നിങ്ങൾ എനിക്ക് അയച്ചതാ. നിങ്ങളെ ഉസ്താദുമാർക്ക് കിതാബ് അറിയില്ല എന്ന് ഞാൻ പറയില്ല, ഞാൻ ഒരിക്കലും അറിയില്ല. നിങ്ങളെ ഉസ്താദുമാർക്ക് അറിയുന്ന അത്ര കിതാബ് ഒരാൾക്ക് അറിയില്ല, അത് വേറെ വിഷയം. പക്ഷെ കിതാബിലുള്ള നിങ്ങൾ അനുസരിക്കുന്നില്ല. പറയുന്ന പദങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. നിങ്ങൾ കിതാബ് പഠിക്കണ്ടേ, ഞങ്ങൾക്കറിയാം. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, പക്ഷെ അത് പഠിപ്പിക്കേണ്ട ഇതല്ല എന്ന് മാത്രം. ഇത് ഞാൻ എത്ര വ്യസനത്തോട് പറയാം. ആയിരക്കണക്കിന് മനുഷ്യരെയാണ് നിങ്ങൾ വൈദീശകനെ വിളിപ്പിച്ച് മരിപ്പിച്ച്. ഇന്ന് ഏതെങ്കിലും ഒരു നബി, ആ നബിക്ക് മുമ്പ് കഴിഞ്ഞ ഒരു നബീനെ വിളിപ്പിച്ചിട്ട് മരിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ നിങ്ങളോട് ചിന്തിക്കുക. ഞാനിപ്പോൾ ഓതിയ ആയത്ത് 2 ആയത്ത്, അതിന്റെ അർത്ഥം എന്താ അറിയുക? അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടു നിർത്തിയവൻ അല്ലാഹ്, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ സ്ഥാപിച്ചവൻ അല്ലാഹ്, ആകാശത്തിന്റെ കാർമേഘക്കിറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞതും കാർമേഘങ്ങളെ തണുപ്പിച്ചതും തെന്നിമാറ്റിയതും സ്ഥാനങ്ങളിൽ എത്തിച്ചതും മാഅംബികദിരിൻ എന്ന പ്രക്രിയ നിർവഹിച്ചതും അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തശ്കുറൂൻ. ഖുർആനെ അല്ലാഹുവിന്റെ സൂറത്ത് വാഖിയയുടെ 68, 69, 70 വചന. കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹ് ചോദിക്കുക. നിങ്ങളാണോ ഇറക്കിയത്, നാം ആണോ? AP സുന്നികൾ വെറുതെ ഇരുന്നില്ല. അള്ളാഹിനോട് ഞങ്ങളെ വൈദ്യം ഷെയ്ഖാണ് കണ്ടോ. ശുദ്ധ കുഫ്ർ. ഖുത്ബിയത്തിലെ 10-ാമത്തെ പേജിലുള്ള എന്താ? പാർന്നൂർ PP മൈദീൻകുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയ ഖുത്ബിയത്തിന്റെ 10-ാമത്തെ പേജിൽ എന്താ? നോക്കൂ, അവിടെ പറയുന്നറിയോ? യാ ഖുത്ബാഗിൽ ഇസ്സമാഇ വല്ലർളി യൗസഹുമാ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന കുത്തുബും മഴ ചൊരിയുന്നവനും അരുവികൾ ഒഴുക്കുന്നതുമായ മഹാനെ മൊയ്തീൻ ഷെയ്ഖേ. കേട്ടോ, നൂഹ് നബി അലൈഹിസ്സലാം ആ ഖൗമിനോട് ചോദിക്കണതോ ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ മാലകുൽ ലാ തർജൂന ലില്ലാഹി വഖാറാ. അതാ ഞങ്ങളുടെ പ്രയോഗം. 71-ാം അധ്യായം 10-13. അതിൽ നൂഹ് നബി ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടി അള്ളാഹ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. ഇവർ പറയുന്നത് മൊയ്തീൻ ഷെയ്ഖ് മഴ പെയ്യിപ്പിച്ചു എന്നാണ്. അവിടെ ഞങ്ങളുള്ളത്. നിങ്ങളൊരു പുതിയ പടച്ചോനെ പ്രതിഷ്ഠിച്ചവരാ. നിങ്ങൾ മനസ്സിലായിക്കോളി. ഞാൻ ഈ സമസ്തയിൽ പെട്ടുപോയ ആളുകളില്ല, സാധാരണക്കാർ. അല്പനോട് ദേഷ്യമൊക്കെ ഇപ്പോൾ തോന്നേ, നല്ല കഴിച്ചിലായിക്കോളി. ഫിർഖത്തുന്നാജിയുടെ കപ്പൽ ഇത് അവിടെ നങ്കൂരിട്ടിട്ട് അതിൽ കയറിക്കോളി. മുങ്ങൂല, ഉറപ്പാ. ഫിർഖത്തുന്നാജിയുടെ കപ്പൽ ഞങ്ങൾ വിസ്തമയുടെ നങ്കൂരിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്തിന് കയറിക്കോളി. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഞാൻ ഉറപ്പിച്ച് പറയാണ്. നാളെ വിസ്റ്റം ഈ റൂട്ട് തെറ്റുമ്പോൾ ഞാൻ പറയും വിസ്റ്റത്ത് കയറരുത്. അപ്പം എന്നോട് വിസ്റ്റക്കാർക്ക് ദേഷ്യം തോന്നി.
ഞാൻ എല്ലാ കാലത്തും പറയുന്ന കാര്യമാണ്, എന്നും നിലയല്ല. കേനം കയറിക്കോടെ രക്ഷപ്പെടുന്ന ഞാൻ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു കേനം കയറിയല്ലേ രക്ഷപ്പെടൂല. അതുകൊണ്ട് അതെന്താ ഉള്ളത്? അപ്പറഞ്ഞു സത്യമാണ്, ഇപ്പറഞ്ഞു സത്യമാണ്. അന്ന് സത്യത്തിൽ നിന്നപ്പോ ഇതിൽ കയറാൻ പറഞ്ഞു, സത്യം തെറ്റിച്ച പറഞ്ഞു ഇതിൽ കയറണ്ട. ഇന്നത് സത്യത്തിലാണ്. ഞാൻ പറയുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് സത്യവിരുദ്ധാണ്. ഞാൻ പറഞ്ഞു ടി കെ അഷ്റഫിനെ വിശ്വസിക്കരുത്. അതിന് അഷ്റഫൊക്കെ എന്നോടൊന്നും തോന്നില്ല, അതെനിക്കറിയാം, മൂപ്പര് പഠിച്ച മനുഷ്യനാണ്. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ, സത്യം ആരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഗ്രൂപ്പ്, പക്ഷെ സത്യം വിടൂല. അതാണ് പ്രശ്നം. ചിലരെന്താ ഗ്രൂപ്പ് മാറുമ്പോൾ സത്യവും വിട്ട്, അതാണ് അതുണ്ടായത്. ഗ്രൂപ്പ് നിങ്ങൾ ഇങ്ങനെ വിട്ടോളി, നിങ്ങൾക്ക് ഏറ്റവും നല്ല സത്യത്തിലാന്ന് തോന്നുന്നിടത്തിൽ നിങ്ങൾ ഉറപ്പിച്ചോളി. പക്ഷെ പഠിക്കാതെ ഉറപ്പിക്കരുത്, പഠിച്ചിട്ട് ഉറപ്പിക്കണം. കാരണം ഇങ്ങനെ ഒരു പ്രസംഗം ഇനി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ റമദാൻ കഴിയും. റമദാന്റെ മുമ്പ് ഇങ്ങനെ ഒരു പ്രസംഗം ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല ഇവിടെ. അതുകൊണ്ട് നിങ്ങളോട് റമദാൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, പടച്ചോൻ എന്താ നമുക്ക് തൃപ്തിപ്പെടാത്തത്? പടച്ചോൻ എന്താണ് നമുക്ക് തൃപ്തിപ്പെടാത്തത്? ഞാൻ നിങ്ങളോട് ചോദിക്കാം. നമുക്ക് പ്രതിസന്ധികളുണ്ട്. ഈ KP സുന്നിക്ക് പ്രതിസന്ധികൾ, മുജാഹിദിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. ഈ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് മരിച്ചുപോയവരെ വിളിക്കുന്നത്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരീങ്ങൾ. പ്രതിസന്ധി വന്നപ്പോൾ വിളിച്ചൊരു നബീന്റെ പേര് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. അതായത് കുട്ടിയില്ലാത്ത ദുഃഖം കൊണ്ട് ഇബ്രാഹിം നബി, അതിന് മുമ്പ് കഴിഞ്ഞു പോയൊരു നബീനെ വിളിച്ചിട്ട് കുട്ടികൾ തരണേന്ന് പറഞ്ഞത് നിങ്ങൾ ഖുർആൻ ഉദ്ധരിച്ചാൽ മതി, ഞങ്ങൾ സ്വീകരിക്കും. ഒരെണ്ണം നിങ്ങളോടാ ഞങ്ങൾ പറയും, നിങ്ങൾ കൊണ്ടുവരും. നേരെ മറിച്ച് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഇബ്രാഹിം നബി കുട്ടികളെ കിട്ടാൻ അള്ളാഹിനോട് മാത്രം തേടിയെന്ന് എന്താ തെളിവ്? പിടിച്ചോ, 37-ാം അധ്യായം 100-ാമത്തെ വചനം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹിൻ, റബ്ബി ഹബിലി റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി റബ്ബനാ ലവജഅൽനാ മുസ്ലിമീനക ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഞങ്ങളുടെ തെളിവാ പറയുന്നത്. ഖുർആനിലെ 37-ാം അധ്യായം 100-ാമത്തെ വചനം. ഖുർആനിലെ 2-ാം അധ്യായം 126, 127, 128, 129, 14-ാം അധ്യായം 35 ഒക്കെ ഇബ്രാഹിം നബിന്റെ ദുആ. നിങ്ങൾ പറ, കുട്ടികളെ കിട്ടാൻ വേണ്ടി ഇബ്രാഹിം നബി ആദം നബീനോട് തേടി. നിങ്ങൾ പറ, ഒറ്റ വചനം ഖുർആൻ ഉദ്ധരിക്ക്, ഞങ്ങളെ പണി നിർത്തും. രോഗം മാറ്റി തരണേ ശൈഖേ എന്ന് പറഞ്ഞൊരു ദുആ ഖുർആൻ നിങ്ങൾ ഉദ്ധരിക്ക്, എന്നാ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കൂ. ഞാനിനി ഒരു കൗതുകമുള്ള വാർത്ത പറയാം. ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ വെച്ച് ജിന്നിനെ വിളിക്കാതെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിക്കായിരുന്നു. ഞാൻ ഒമാനിലായിരുന്നു, എത്രയോ മരുഭൂമി കണ്ടേന്, ഞാൻ വിളിച്ചില്ലെന്ന് വരെ. എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നേരെ വെച്ച് വിളിക്കൽ ദീനാണെങ്കിൽ ഞാൻ ജിന്നിനെ വിളിക്കുന്നവനാ, നിങ്ങൾ എല്ലാവരും കൂടി നിന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചോണ്ടേ നിൽക്കും ജിന്നേ ജിന്നേ. മനസ്സിലായോ? അപ്പൊ പൊട്ടീസാക്കുന്ന അവസാനിപ്പിച്ചിട്ട് നല്ല നിൽക്ക് തൗഹീദ് പറഞ്ഞ് മുന്നോട്ട് പോവാം. അതായിരിക്കും കയറി. ഗ്രൂപ്പൊക്കെ എത്ര ആയിക്കോട്ടെ, നല്ലതാ. കാരണം എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിച്ചോളൂ. മറ്റോടെ തോൽപ്പിക്കാനെങ്കിലും 10 നോട്ടീസ് ഒട്ടിക്കല്ലോ, അങ്ങനെങ്കിലും ബാക്കിയുള്ളവർക്ക് കിട്ടും. അങ്ങനെ ഉണ്ട് മത്സരത്തിന്, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ മത്സരത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നുണ പറഞ്ഞുകൊണ്ടാകരുത്. ഒരാൾ പറയാം ഞങ്ങൾ വൈദീശയിലൊന്നും വിളിക്കലില്ല, അപ്പൊ ഞങ്ങൾ ആയിരക്കണക്കിന് കിപ്പിട്ട് കൊണ്ട് കളിപ്പിക്കും. ഇപ്പൊ കഴിഞ്ഞ നിങ്ങൾ നോക്ക്, ഇപ്പൊ നമ്മുടെ ഫലസ്തീനിലെ ഈ വിഷയമൊക്കെ നടക്കുക. അപ്പൊ പോലും കേരളത്തിൽ നൗഷാദ് ബാക്കവി ഉൾപ്പെടെയുള്ള മൊയ്യന്മാരെന്താ പറയുന്നത്? അള്ളാന്റെ റസൂലേ, നിങ്ങൾ ഇത് കാണുന്നില്ലേ, ഞങ്ങളോട് പൊറുക്കണേ റസൂലേ. ഉണ്ടോ? അള്ളഹാനോടല്ല, നേരെ മറിച്ച് ഫലസ്തീനികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 3 വയസ്സുള്ള ഫലസ്തീനി കുട്ടി പറയുന്നത് എന്തറിയോ? 3 വയസ്സുള്ള ഫലസ്തീനി കുട്ടി, 30 വയസ്സുള്ള സഖാഫി കുട്ടിക്ക്, 30 വയസ്സുള്ള സഖാഫിക്ക് ഫലസ്തീനിലെ 3 വയസ്സുള്ള കുട്ടിന്റെ ഈമാനിന്റെ 10,000-ത്തിലൊരു അംശം കേരളത്തിൽ ഇല്ലാതെ മനസ്സിലാക്കിക്കൊള്ളി. ഞാൻ തെളിവ് സഹിത പറയും. ഈ 3 വയസ്സുള്ള കുട്ടി പറയുന്നത് എന്തറിയോ? നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഫോൺ കട്ട് ചെയ്യാം, ഞങ്ങളുടെ വാട്സപ്പ് സംവിധാനം കട്ട് ചെയ്യുക, ഞങ്ങളുടെ ഇന്റർനെറ്റ് സംവിധാനം കട്ട് ചെയ്യുക, ഞങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ബന്ധമുണ്ടല്ലോ അത് കട്ട് ചെയ്യാൻ ഇസ്രായേലേ നിനക്ക് കഴിയില്ല. എപ്പോഴെങ്കിലും ഒരു ഫലസ്തീനി കുട്ടി നോക്ക്, ഫലസ്തീനി കുട്ടികൾ ഇങ്ങനെ കൈ നീട്ടിയ ബഗ്ദാദിലെത്തും അവരെ കൈ എന്ന് പറഞ്ഞാൽ അത്ര അടുത്താണ് ഇറാഖും ബഗ്ദാദും. എപ്പോഴെങ്കിലും ഒരു ഫലസ്തീനി മൊയ്തീൻ ഷൈനെ വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഫലസ്തീനി മൊയ്തീൻ ഷൈനെ വിളിക്കുന്നത്? ഇനി അഥവാ ഏതെങ്കിലും ഫലസ്തീനിൽ വിളിക്കേണ്ട ഇവിടുന്ന് ഏതെങ്കിലും ഒരു സക്കാഫി അവിടെ പോയതായിരിക്കും. മനസ്സിലായി നിങ്ങൾക്ക്? പണ്ട് ജവഹർലാൽ നെഹ്റുവിനോട് ആരോ പറഞ്ഞത്രേ, ഞങ്ങളുടെ കേരളത്തിൽ അങ്ങനെ റെയിൽവേ ട്രാക്കിലൊന്നും നിന്ന് കാഷ്ടിക്കൂല. വേറെ ഏതോ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ച പറഞ്ഞത്, നോക്ക് ഇവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പൊ പറഞ്ഞ നിങ്ങൾ നാട്ടുകാരനാണ് നിങ്ങൾ. മനസ്സിലായോ? ഒരു ഫലസ്തീൻ ഇന്ന് വരെ ഈ പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ട് ബഹിഷ്കരിക്കപ്പെട്ടിട്ട് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. അവരെന്തിനാ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ 14 ലോകവും നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല സഹാബത്ത് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. സൂറത്ത് ഹജ്ജ് 22-ാം അധ്യായം 39-40 വചനം വായിച്ചോക്ക്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്,
ശരിക്കൊന്ന് ചിന്തിക്കണേ. നേരം വെളുക്കുന്നവരെ ഇരുന്ന് ചിന്തിക്കണം. നബിയെ വിളിച്ചിട്ട് അള്ള പറയുന്ന 2 വാക്ക്, യാ യുവൻ നബിയു, അർത്ഥം മനസ്സിലായില്ലേ? യാ യുവൻ നബിയു, അല്ലയോ നബിയേ, ഇന്നാ അർസൽനാക, തീർച്ചയായും താങ്കളെ നാം നിയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിയോഗിച്ചിട്ടില്ല. എന്തിനല്ലാതെ? നരകത്തെ കുറിച്ച് താക്കീത് നൽകാൻ, സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ. പിന്നെ അങ്ങാരാണ് നബിയെ? നരകമുണ്ടെന്ന് മാത്രം പറയുകയും സ്വർഗമുണ്ടെന്ന് പറയുകയുമാണോ അങ്ങയുടെ ദൗത്യം? അല്ല നബിയെ, വദാഇയൻ ഇലല്ലാഹ്, വദാഇയൻ ഇലല്ലാഹ്, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജം മുനീറാ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ തറ മാവും നീട്ടി തെരുവിൽ അലയാണ് നൗഷാദും കൂട്ടരും. എന്തിന്? സി എം മടവൂര് പടച്ചോനാണെന്ന് സ്ഥാപിക്കാൻ. സി എം മടവൂര് അതാണ് ഉലകത്തിന്റെ റബ്ബ് എന്ന് സ്ഥാപിക്കാൻ. നേരെ മറിച്ച് മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? മുഹമ്മദ് നബീനെ അള്ളാഹ് നിയോഗിച്ചപ്പോൾ എന്താ പറഞ്ഞത്? വദാഇയന്നിലല്ലാഹ്, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന വയലുകാരനാണ്. നിങ്ങൾ നോക്കൂ, പകരാ അഹ്സനി എന്നിട്ടൊരു ഉസ്താദ് നിങ്ങളുണ്ടോ? പകരാ മുഹമ്മദ് അഹ്സനി. ജീവിതത്തിലൊരിക്കലും, എനിക്ക് തോന്നുന്നു ഒരു 65 വയസ്സെങ്കിലായി കാണും, ജീവിതത്തിലൊരിക്കലും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി 2 മിനിറ്റ് പ്രസംഗിക്കാത്ത ഈ ലോകത്തിലൊരു മൊയ്ലിയാരാണ് പകരാ. 2 മിനിറ്റ് റബ്ബിനെ പരിചയപ്പെടുത്താത്ത, 2 മിനിറ്റ് ലോകത്തിന്റെ തമ്പുരാന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് ആ റബ്ബ് കൊടുത്ത കാലുകൊണ്ട് നടന്ന് ആ റബ്ബ് കൊടുത്ത ബുദ്ധി ഉപയോഗിച്ച് ജീവിതത്തിൽ 2 മിനിറ്റ് അള്ളാഹിനെ പറ്റി പ്രസംഗിക്കാത്ത. ഞാൻ എൻ്റെ പ്രസംഗം കഴിയുമ്പോഴേക്ക് അദ്ദേഹം 2 മിനിറ്റ് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രസംഗം എനിക്കൊന്ന് അയക്ക്. ചാലിയത്ത് അദ്ദേഹം ദർശെടുക്കുന്നിടത്ത് പോയി ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ അവിടുന്ന് ചോദിച്ചു, 2 മിനിറ്റ് റബ്ബിനെ പരിചയപ്പെടുത്തിയ പ്രസംഗം ഉണ്ടോ? അതിന് പകരാശന എനിക്ക് തന്ന മറുപടി കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ അള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ റസൂലിനെ പറ്റി പറയാറുണ്ട്. അങ്ങനെയുണ്ട്. നന്ദി എന്ന് പറഞ്ഞൊന്നും ഉണ്ടാവൂലേ? 2 ചുണ്ടിനിടയിൽ വലിസാനം വശഫത്തൈൻ, 2 ചുണ്ടുകൾക്കിടയിൽ നാവ് തന്നില്ലേ? 2 ചുണ്ടും 1 നാവും നിങ്ങൾക്ക് തന്നില്ലേ? എന്നിട്ട് അള്ളാഹിനെ പറ്റി പറയാൻ നിങ്ങൾ കേട്ടോളൂ കേട്ടോ. നബിയെ പറയണം. എന്ത് പറയണം? കുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. എന്താ ഇതിന്റെ അർത്ഥം? നബിയെ, ഇതാകുന്നു എന്റെ മാർഗം, ഞങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി എന്റെ ചോദ്യം, ഒരു ദർഗയിലെ വലിയന്റെ കറാമത്ത് വിവരിച്ചുകൊണ്ട് വയല് നടത്തിയ ഒരു നബീന്റെ പേര് പറയാമോ? ഒരു നബീന്റെ പേര്, ഒരു ഷെയ്ഖിന്റെ കറാമത്ത് വിവരിക്കാൻ വേണ്ടി അള്ളാഹ് നിയോഗിച്ച ഒരു നബീന്റെ പേര് പറയാമോ? പറങ്ങള്. അത് പറയാനല്ല, ഔലിയാക്കളുടെ കറാമത്ത് ഇഷ്ടംപോലെ ഖുർആനിലുണ്ട്, അത് വേറെ വിഷയം. അതല്ല എന്റെ ചോദ്യം. നിങ്ങൾക്ക് ദൗത്യം എന്താ? ഇവിടുത്തെ ഈ KP സുന്നിക്ക് ഈ കറാമത്ത് വിറ്റ് പണം ഉണ്ടാക്കല്ലാതെ അല്ലേ? നേരെ മറിച്ച് കറാമത്ത് കണ്ടു സക്കരിയ നബി. കറാമത്ത് നേരിട്ട് കണ്ടു. മറിയം ബീവിയിലൂടെ അള്ളാഹ് അവതരിപ്പിച്ച കറാമത്ത് കണ്ടു. എന്നിട്ട് തേടിയോ? മറിയം ബീവിനോട് തേടിയായിട്ടാണോ ഖുർആൻ പറയുന്നത്? അല്ല, തേടിയില്ല എന്നാണോ? ഹുനാലിക ദആ സക്കരിയ, അങ്ങനെ ഹുനാലിക ദആ സക്കരിയ റബ്ബഹു, ഉണ്ടോ? റബ്ബിനോട് തേടി. എപ്പോ? മേറാബില്, പള്ളിയില് സീസൺ അല്ലാത്ത കാലത്ത് മറിയം ബീവിക്ക് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുക. ഇത് കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കാൻ, അന്നാലകി ഹാദാ, എവിടുന്നാ കിട്ടിയത് എന്ന്. അപ്പൊ മറിയം ബീവി പറയണത്, ഞാനാരാ മോള്, ഒനമ്പത്തെ ബീവിയൊക്കെ വരാനല്ല, ഞാനാരാ മുന്തിയ മോള് എന്നാ പറഞ്ഞ്? അല്ല, ചോദിക്കണം അന്നാലകി ഹാദാ കാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബ് തന്നതാ എനിക്ക്. അതുകൊണ്ട് സക്കരിയ നബി എന്ത് ചെയ്തു? ഇതിന്റെ കഴിവാന്ന് പറഞ്ഞിരുന്നെങ്കിൽ സക്കരിയ നബി അവരോട് തേടുകയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് ഇതിന്റെ കഴിവല്ല. അതുകൊണ്ടാണല്ലോ തൊട്ടപ്പുറത്തെ ആയത്ത് ഹുനാലിക ദആ സക്കരിയ മറിയം. അങ്ങനെയാണെങ്കിൽ സമസ്തയാണ് ശരി, ഞങ്ങളെ കൂടെ നിൽക്കുകയായിരുന്നു. ഏത്? ഹുനാലിക ദആ സക്കരിയ മറിയം. മറിയമിന്റെ കറാമത്ത് കണ്ട് മറിയമിന്റെ കറാമത്തിൽ നിന്ന് തേടി എന്ന് നമുക്ക് അവിടെ തെളിവ് കിട്ടിയായിരുന്നു. പക്ഷേ മറിയം ബീവിനോട് ചോദ്യം എന്താ? അന്നാലകി ഹാദാ. എന്തിനാ സക്കരിയ നബി ചോദിച്ച്? അതോ സക്കരിയ നബി മുജാഹിദാണെന്ന് പറയാൻ, സമസ്തയിൽ ചേരരുത് എന്ന് പറയാൻ. അങ്ങനെ ഉണ്ടതിന് അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതൊന്ന് കേട്ടോക്ക്. സക്കരിയ നബി എന്തിനായിരിക്കും ചോദിച്ച്? ഇത് മറിയമിന്റെ കഴിവാണെങ്കിൽ അത് അറിയണം, ഇത് മറിയമിന്റെ കഴിവല്ലെങ്കിൽ അതും അറിയണം. കാരണം എന്താ? സീസൺ ഇല്ലാത്ത കാലത്ത് ഭക്ഷണം കിട്ടുമെങ്കിൽ, ഞാന് കുട്ടികളില്ലാത്തൊരവസ്ഥ എനിക്കെങ്കിൽ എൻ്റെ ഭാര്യ വന്ധ്യയാണെങ്കിലും എൻ്റെ റബ്ബ് എനിക്ക് കുട്ടികളെ തരും. കാരണം എന്താ? സീസൺ അല്ലാത്ത കാലത്ത് ഫ്രൂട്ട് ഇറക്കാൻ അള്ളാഹ്ക്ക് കഴിയുമെങ്കിൽ അനുകൂലനങ്ങളൊന്നും ആവശ്യമില്ല, എൻ്റെ റബ്ബ് എനിക്ക് കുട്ടിനെ തരും. അതുകൊണ്ട് അവിടെ അത് കൊടുത്ത്. ഇതെവിടെയൊക്കെ ഉള്ളത് ഈ കാര്യം? 3-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വചനം വായിച്ചു നോക്ക്. ഹുനാലിക ദആ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ. എത്ര കൃത്യമാണ് അവിടെ വെച്ച് അള്ളാഹിനോടാ വിളിക്കുന്നത്. അതിന്റെ കറാമത്ത് കണ്ട മറിയം ബീവിനോട് വിളിക്കാഞ്ഞ്? കറാമത്ത് മറിയം ബീവിന്റെ കഴിവല്ല,
അത് സക്കരിയ നബി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിസ്തം അത് അങ്ങനെ തന്നെ പറയുന്നത്. അത് കഴിവല്ല എന്ന് ഫൈസൽ മൗലവി പറയാൻ കാരണം അതാ. അത് കഴിവല്ല എന്ന് ഹുസൈൻ സൽഫി പറയാൻ കാരണം അതാ. അത് കഴിവല്ല എന്ന് സക്കരിയ സുലൈഹി പ്രസംഗിച്ചതാ. അത് കഴിവല്ല എന്ന് അബ്ദുറഹ്മാൻ സൽഫി പ്രസംഗിച്ചതാ. അത് കഴിവല്ല എന്ന് അനീഫ് കായ്ക്കൊടി പറഞ്ഞ അതുകൊണ്ടാണ്. അത് കഴിവല്ല എന്ന് അനസ് പറഞ്ഞ അതുകൊണ്ടാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടുമാണ്. അത് കഴിവല്ല. മുജിദത്തും കറാമത്തും കഴിവല്ല. മനസ്സിലായിക്കോളൂ. അവരിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്ന റബ്ബിന്റെ കഴിവാണ്. അതുകൊണ്ടാണ് റബ്ബിനോട് ചോദിക്കണേ. മൂസാ നബി വടി നിലത്തിട്ടല്ലോ, അതേ വടി ചെങ്കടലിലെടുത്തെത്തിയപ്പോൾ മൂസാ നബീന്റെ അടുത്തില്ലായിരുന്നോ? എന്നാ അനുയായികൾ ചോദിച്ചാൽ പോരെ, വടി ഉണ്ടല്ലേ, എന്തിനാ പേടിക്കുന്നത്? അവർ പറയാ പിടിക്കപ്പെട്ടത് തന്നെ മൂസ. അപ്പൊ മൂസാ നബിയോ പിടിക്കപ്പെട്ടത് തന്നെ മൂസ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? പിടിക്കപ്പെട്ട വടി ഉണ്ട് എന്റെ കൂടെ എന്നല്ല പറയേണ്ടത്. എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട് എന്നാ പറഞ്ഞത്. എന്റെ വടിന്റെ കൂടെ ഉണ്ട് എന്നല്ല. അവിടെ എന്താ പറഞ്ഞത്? ഇന്ന മകിയ റബ്ബി സയഹ്ദി, എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട്, റബ്ബിക്ക് ഒരു വഴി കാണിച്ചു തരും. എന്താ വടി കൂടെ ഉണ്ട് എന്ന് പറയാത്തത്? അത് ചിന്തിക്കാൻ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടാൻ, ഈ കൂരാട്ടുള്ള നിവാസികളോട് ഞങ്ങൾ ആവശ്യപ്പെടാൻ. അതുകൊണ്ട് നമ്മൾ ശരിക്ക് ചിന്തിക്കാൻ, നമ്മൾ ആരുടെ ആളാകണ്ട. പക്ഷേ ഈ ഹക്ക് ഉണ്ടല്ലോ, ആ ഹക്ക് എന്നുള്ള ചോദിക്കുന്നുണ്ട്. എടോ, ഈ ഹക്കിന് ശേഷം എന്താണ് ദലാലത്ത്? ഈ ഹക്കല്ലേ പ്രകടനം? ഹക്കാണ്. ആ ഹക്കിലേക്കാണ് ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോൾ നബിയുടെ ദുആ എന്താ? ഒരു സമസ്തക്ക. ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. കാന്തപുര എ.പി. ബക്കർ മുസ്ലിയാർക്കും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന മരിക്കുമ്പോൾ പറയാൻ കഴിയുമോ? എന്റെ ചോദ്യമാണ്, വെല്ലുവിളിയായിട്ടുള്ള ചോദ്യമാണ്. അതെന്താ? എന്താണത്? നിങ്ങൾ കേട്ടോളിട്ടോ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തുജിൽ ഖബരി ഐദാ, അല്ലാഹുവേ എന്റെ ഖബർ ഉറൂസിന്റെ കേന്ദ്രമാക്കരുതേ, എന്റെ ഖബറിടത്തിൽ നേർച്ച കേന്ദ്രമാക്കരുതേ, എന്റെ ഖബറിടത്തിൽ ഒരു ഉറൂസ്, ഒരു ഉത്സവം നടക്കരുതേ പടച്ചോനെ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. ലോകത്തോട് വിട പറയുമ്പോൾ നബി പ്രാർത്ഥിച്ചെന്തറിയോ? കാരണം ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാഇഹിം മസാജിദ. അല്ലാഹു ശപിച്ചിരിക്കുന്നു ജൂത ക്രൈസ്തവരെ. എന്തുകൊണ്ട്? അവർ അംബിയാക്കളുടെ ഖബർ പത്തരമാറ്റി നബിമാരുടെ ഖബറാ ജൂതന്മാർ. ശരിക്കും റസൂലുള്ളാഹി പറയേണ്ടത് എന്താ? ആയിഷ, സംഗതി ജൂത ക്രിസ്ത്യാനികൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും ഒരു പത്തരമാറ്റ് ഗുണമുണ്ട് ആയിഷ. നബിമാര് മരിക്കാൻ കാത്തുക, അപ്പ കബർ കെട്ടി ഉയർത്തും. എന്ത് ജറൂറാണ് അവർക്ക്? വലിയ ഗുണമുള്ള ടീമാണെന്നല്ലേ പറയേണ്ടത്? പൊന്നാര മുസൽമാനെ, ഒന്നുകൂടെ ആലോചിക്ക്. കബർ കെട്ടി ഉയർത്തൽ നബിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ ലഅനല്ലാഹു എന്നാണോ പറയാ? അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണോ പറയാ? അള്ളാഹ്ക്ക് പെരുത്ത് ഇഷ്ട ജൂത ക്രിസ്ത്യാനികളോട്. എന്തൊക്കെ കുഴപ്പമില്ലെങ്കിലും മാഷാ അല്ലാ, അമ്പിയാക്കളെ കബർ കെട്ടി ഉയർത്തുന്നതിൽ ഓല വെല്ലാൻ ഒരാളും ഇല്ല. നബി അവരെ പറ്റി പറഞ്ഞെന്താ പറയുക? ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാഹ് സൃഷ്ടിച്ചതിൽ ഏറ്റവും നികൃഷ്ട ജീവികളല്ലാതെ കബർ കെട്ടി ഉയർത്തൂല. കബർ കെട്ടി ഉയർത്തുന്നത് ഭൂമിയിലെ നികൃഷ്ട ജീവികളാണ്. അള്ളാഹുവിന്റെ റസൂൽ കള്ളം പറയാത്ത നാവുകൊണ്ട് പറഞ്ഞതാ. നമ്മൾ എത്ര പേര് സ്വീകരിക്കും അത്? അള്ളാഹ് ശപിച്ചിരിക്കും. ഇവിടെ അമ്പിയാക്കളുടേത് പോലും അല്ല. ചില കബറിലൊന്നും ആരുമില്ല, എല്ലാവർക്കും അറിയാം. സെൻസിങ് വരെ എഴുതി, 2000 സെൻസിങ്ങിൽ പോലും എഴുതി. എന്ത്? ചില കബറിലൊന്നും മനുഷ്യൻ തന്നെയല്ല, മനുഷ്യനോ മൃഗമോ ഒന്നും അറിയില്ല. അങ്ങനത്തെ കബറുകൾ. ഇവിടെ റസൂലിന്റെ നാവുകൊണ്ട് പറയണെന്നറിയോ? നബിമാരുടെ കബർ അവർ കെട്ടി ഉയർത്തിയത്. എന്നിട്ട് പോലും അള്ളാഹ് ശപിച്ചു. എങ്കിൽ പിന്നെ നബിമാരൊന്നും അല്ലാത്ത ആരുടെയോ കബർ കെട്ടി ഉയർത്തിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന എന്താ അറിയോ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. എന്താ കാരണം? ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ, പറയൂ നബിയെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഖുർആനിലെ 72-ാം അധ്യായം 20-ാമത്തെ വചനം. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിനാണ്. അല്ലാഹുവിന്റെ കൂടെ, അല്ലാഹുവിന്റെ പുറമേ എന്നല്ല, അല്ലാഹനെയും വിളിക്കുക, മൊയ്തീൻ ഷൈനെയും വിളിക്കുക. അത് പാടില്ല. ഒരു ഖുർആന്റെ വചനം കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഒരു ഖുർആന്റെ വചനത്തിൽ സമസ്ത ശരിയാണോ അല്ലേ എന്ന് പറയണം അല്ലാഹു. സമസ്ത കേരളത്തിൽ EKAP സുന്നി ശരിയാണോ അല്ലേ എന്ന് പറയുന്ന ഒരു ഖുർആന്റെ വചനം എൻ്റെ വകയല്ലോ, 1400 വർഷം മുമ്പുള്ളതാണ്. അതിൽ അല്ലാഹ് പറയുന്നത് സമസ്ത ശരിയല്ല, മുജാഹിദുകളാണ് ശരി. അതെന്താ? അങ്ങനെ തന്നെ ഉണ്ടോ ഖുർആനിൽ? അങ്ങനെ തന്നെ ഉണ്ട്. കേട്ടോളിട്ടോ. ഇപ്പം എടുത്തിട്ട് നോക്കിയിട്ട് ഇല്ലെങ്കിൽ സ്റ്റേജിലേക്ക് പാഞ്ഞു ഇങ്ങോട്ട് കയറ്, ഇങ്ങോട്ട് പാഞ്ഞു കയറും. ആ ഖുർആന്റെ വചനമായിട്ടോ കയറുന്നത്. എന്താ? ഖുർആനിലെ 39-ാം അധ്യായത്തിന്റെ 45-ൽ ഞാൻ ഈ പറഞ്ഞ അർത്ഥമല്ലെങ്കിൽ പാഞ്ഞു ഇങ്ങോട്ട് കയറി. ഇവിടേക്ക് 10 മിനിറ്റ് ഞാനത് സമയം തരുന്നത്. സംഘാടകർ അനുവദിക്കും ഞാൻ വിചാരിക്കും, ഒരു ഹക്ക് വെളിവാകാൻ. ഖുർആനിലെ 39-ാം അധ്യായം 45-ൽ അള്ളാഹ് പറയുന്നത് എന്തറിയോ? അത് അപാരമായ ഒരു ഖുർആനിക വചന. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, ഇന്ന് വരെ അതിനൊരു വിവരണമല്ല. അതിൽ അള്ളാഹ് പറയുന്നത് അറിയോ? വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു, ശരിക്കും അർത്ഥം വെച്ചോളിട്ടോ. അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ ശരിക്കും വിശ്വാസമില്ലാത്തവർക്ക് അസഹ്യത തോന്നും, അവർക്ക് ദേഷ്യം തോന്നും.
ആയത്തിന്റെ ബാക്കി എന്താ? വൈദാ ദുകിറല്ലദീന മിൻ ദൂനി ഇദാ ഹും യസ്തബിശിറൂൻ. ഞാൻ അർത്ഥം വെക്കുന്നത് നിങ്ങൾ വെക്ക്. വൈദാ ദുകിറല്ലദീന മിൻ ദൂനി ഇദാ ഹും യസ്തബിശിറൂൻ. അല്ലാഹ്ക്ക് പുറമെ മൊയ്തീൻ ശൈഖിനെയും കൂടെ കൂട്ടി ഒന്ന് പറഞ്ഞു നോക്കിയേ, അവർക്കതാ ഹാപ്പി ആകുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഏപ്പിക്കതാ ഹാപ്പി ആകുന്നു. ഖുർആനിലൊരായത്താ, ഏപ്പിക്കതാ ഹാപ്പി ആകുന്നു. എന്ത് കണ്ടാൽ അള്ളാഹ് ഒരു പങ്കെടുക്കാൻ ഒരാളും കൂടി കേട്ടാൽ ഇവർക്ക് ഭയങ്കര സന്തോഷ. പിന്നെ അള്ളാഹ് പറയും ഇവർക്ക് ഭയങ്കര ദുഃഖ. എന്ത്? അള്ളാഹ് മാത്രം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൊറുക്കൂല. കീലത്ത് മുഹമ്മദ് മാഷ് എന്നിട്ട് ഒരാളെ കേട്ടുപോ, ഒന്ന് കേട്ടോളൂ. കയ്യൊന്നിക്ക് സസുലാരുണ്ട്. കീലത്ത് മുഹമ്മദ് മാഷ് മരിച്ചിട്ടില്ല. അയാൾ എന്താ പ്രസംഗിക്കുന്ന അറിയങ്ങൾ? ഈ ആയത്ത് അയാൾക്കുള്ളതാണ്. അയാൾ എന്താ പറയണോ? മൊറാർജിക്കൊരു മൂത്രവും വഹാബിക്കൊരു മാത്രവും. അല്ലെന്താ ഖുർആനിൽ പറഞ്ഞത്? അള്ളാനെ മാത്രം എന്ന് പറഞ്ഞാൽ ഓന് ദേഷ്യം പിടിക്കുന്നു. ഇയ്യാക്കനഅബ്ദുൽ എന്താ പറഞ്ഞു? അള്ളാഹ് നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സായുന്നു. നമ്മ മാത്രം അവിടെ പോയി അള്ള പറയണം മാത്രം എന്ന് പറഞ്ഞാൽ ഓന് പൊറുക്കൂല. ആ പൊറുക്കാത്തവൻ അബൂജഹലിന്റെ ടീമാണ്. അതും പറഞ്ഞു കൂടെ. എവിടെ മൗലവി? 38-ാം അധ്യായം 5-ാമത്തെ വചനം. എനിക്ക് തെളിവാ പ്രധാനം. തെളിവ് 38-ലെ 5 എന്താ പറയണേ? അവര് പറയാണെന്ത്? അബൂജഹൽ എന്താ ചോദിക്കണ അറിയോ? ഞങ്ങള് ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ, ഈസാ നബിയെ രക്ഷിക്കണേ, മറിയം ബീവിയെ കാക്കണേ, ലാത്ത ഉസ്സ മനാത്ത വദ് സുവാഹി ഇങ്ങനെ ഒരുപാട് ആളുകളെ വിളിച്ച് ദുആ ചെയ്ത് ഇസ്തിഹാസ നടത്തിയ ഞങ്ങളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അള്ളാഹനെ മാത്രമേ വിളിക്കാവൂ. ഇതെന്തൊരു അത്ഭുതമാണ്. EKAP സുന്നികൾ മുജാഹിദുകളോട് ചോദിക്കണേ എന്താ ചോദിക്കണേ? ഒരുപാട് ഔലിയ അമ്പിയാക്കളെ വിട്ടിട്ട് അള്ളാഹനെ മാത്രം വിളിക്കണമെന്നോ? അത് ഇബ്ലീസിന്റെ വാദാണ്. എന്താ സൂറത്ത് സുമറിലെ 39 അർത്ഥം കൂടി വെച്ച് നോക്കേ. അള്ളാഹനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ അവർക്ക് സഹിക്കൂല. സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നജീബ് മൗലവി ഉണ്ടല്ലോ, ദക്ഷിണ, അവരെന്താ പറയുന്നത്? അത് ഇബ്ലീസിന്റെ വാദാണ്. AP സുന്നികൾ എന്താ പറയുന്നത്? ഇബ്ലീസിന്റെ വാദാണ്. വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റിയെന്ന് ആശിം നഈമി പുസ്തകം എഴുതിയപ്പോൾ അതിന്റെ 39-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഇബ്ലീസിന്റെ വാദാണ്. അപ്പൊ ദേഷ്യം പിടിച്ചു. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം പറയുമ്പോൾ ദേഷ്യം പിടിക്കുക. അള്ളാഹ് പറയണം അങ്ങനെ ദേഷ്യം പിടിക്കുന്ന മുജാഹിദക്കല്ല. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് കേട്ട സന്തോഷമാണ് മുജാഹിദക്ക്, അല്ലേ? നേർച്ച അള്ളാഹ്ക്ക് മാത്രം എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് കേട്ട സന്തോഷമല്ലേ? ഇനി അത് കേട്ടാ ദുഃഖിക്കുന്നത് ആരാ? EKAP സുന്നി. അപ്പൊ ഖുർആന്റെ വാദപ്രകാരം പിഴച്ചോലാരാ? ഇനി എൻ്റെ തൊള്ളുകൊണ്ട് പറയില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം അല്ലെങ്കിൽ തന്നെ കടുത്ത്. ഇനി നിങ്ങൾ ചിന്തിക്കാം. എനിക്ക് നിങ്ങൾ ദേഷ്യപ്പെടാൻ വിചാരിച്ചിട്ടൊന്നല്ല എന്ത് പറയുന്നത്. ഞാൻ ഇന്ന് പോകുമ്പോൾ മരിച്ചു പോയാൽ ഒരു ആക്സിഡന്റ് പറ്റി മരിച്ചു എന്ന്. എനിക്ക് ഒരുപാട് ആക്സിഡന്റ് പറ്റിയാണ്. വലിയ കൊക്കയിലേക്കൊക്കെ മറിഞ്ഞിട്ട് പടച്ചോനെ രക്ഷിക്കും. എപ്പോഴെങ്കിലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മരിച്ച് എനിക്ക് അള്ളാഹിനോട് പറയണം, പടച്ചോനെ എനിക്ക് കിട്ടിയ പേര് നിന്റെ കൂട്ടർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, എന്നാലും പടച്ചോനെ ഞാൻ കഴിച്ചില്ല, ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് ഖബറുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ദർഗകളിലും നിലവിളക്ക് കൊളുത്തുന്ന സമ്പ്രദായമുണ്ട്. അത് മജൂസികളുടെ അഗ്നി ആരാധകരുടെ സ്വഭാവമായിരുന്നു. നമുക്കത് പാടില്ലാത്തതാണ്. അവർക്കത് പാടുണ്ട്. അവരതിൻ്റെ ആളുകളാണ്, അവരത് വിശ്വസിക്കുന്നവരാണ്, അവർക്കതാവാം. അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ അക്കീദയാണ്, നമ്മുടെ അക്കീദയല്ല. അതുകൊണ്ട് ദർഗകളിൽ കാണുന്ന നിലവിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞൊരു സംഗതി, വിളക്ക് കൊളുത്തി നിലവിളക്ക് തന്നെയാണ്, അത് കൊളുത്തിയിട്ടാണ്. അത് ഇസ്ലാമികമല്ല. ഉസ്താദുമാർ വരെ അത് കൊളുത്തുന്നുണ്ട്, ഇത് ഇസ്ലാമല്ല. അതുകൊണ്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ ജാറം മൂടലും മുട്ടലും ഒക്കെ ഉണ്ടല്ലോ, ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ മദീനത്തും മക്കത്തും ഖദീജ ബീവിയോടൊക്കെ പോയി നോക്ക്, എല്ലാം നിരന്ന് കിടക്കില്ലേ? അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ദുർബലതയുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? ഇനി ഖബർ സിയാറത്ത് പോലും എന്തിനാ? കുൻതു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ. അല്ലാഹ് പറയണേ ഖബർ സിയാറത്ത്. അതിനെപ്പറ്റി ഉലമാക്കൾ പറയുന്നത് എന്താ പറയുന്നത്? ആദ്യകാലത്ത് ഖബർ കാണുമ്പോഴേ കയ്യിൽ ആരാധന നടത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം അത് കണ്ട് ശീലിച്ചു പോകുന്ന കൗമായിരുന്നു മുസ്ലിങ്ങളിൽപ്പെട്ടവർ. അതുകൊണ്ട് നബി അവർക്ക് തടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയാം, ക്ലിയറായിട്ട് പറയാം. ഇനി അതിന് മാത്രം ഒരു ചെറിയ എന്താ പറയുക മയപ്പെടുത്തി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആദ്യകാലത്ത് നബീൻ്റെ കൂടെ കൂടിയ സമസ്തക്കാരുണ്ടായിരുന്നു. ആ സമസ്തക്കാർ ഖബർ കണ്ട ഉടനെ അവിടെ ആരാധന നടത്തിക്കാളൂ. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്കാരായതുകൊണ്ട് നിർത്തിക്കാളി. പിന്നെ പയ്യെ ഒരു ISM ഒക്കെ ആയപ്പോൾ, വിസ്ഡം ഒക്കെ ആയപ്പോൾ ഒരു പറഞ്ഞു ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരൂല. ക്ലിയർ, വളരെ ക്ലിയർ. ഇതിനൊക്കെ എങ്ങനെ ബന്ധപ്പെടുത്തിയാൽ നൂഹ് നബീൻ്റെ കാലത്ത് 5 ഔലിയാക്കളെ വിളിച്ചിട്ട് അവർ ദുആ ചെയ്ത്. ഇതാരാ പറയുന്നത്? KV മുഹമ്മദ് മുസ്ലിയാർ കുട്ടനാട്. 71-ാം അധ്യായത്തിൽ 28 വചനമാണ്. അതിന്റെ പരിഭാഷ എടുത്ത് നോക്കുക. നിങ്ങൾ ഇപ്പോൾ എടുത്തു 5 വോള്യമാണ് KV കുട്ടനാടിന്റെ. ആ 5 വോള്യത്തിൽ 71-ാം അധ്യായത്തിൽ വിവരിക്കുകയാണ് എന്ത്? വഹിയ അസ്മാഉർ റിജാലും സാലിഹീന ബിൻ ഖൗമി നൂഹിൻ. നൂഹ് നബീന്റെ കാലഘട്ടത്തിൽ ഔലിയാക്കളായിരുന്നു വദ് സുവാഹി യഹൂസ് യഹൂക്ക് നസ്ർ. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരോടാ നൂഹ് നബി. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാലക്കുല്ലാത്ത അർജുന ലില്ലാഹി വഖാറാന്ന് നൂഹ് നബീന്റെ ചോദ്യം. അള്ളാഹ് എന്താ അങ്ങനെ ഒരു ഗാംഭീര്യം കാണാത്തത്?
അതെന്താ നൂഹ് നബി ഔലിയാക്കൾക്ക് നിങ്ങളെന്താ ഒരു ഗാംഭീര്യം കാണാത്ത വഹാബികളെ എന്ന് ചോദിക്കാതിരുന്നത്? കാരണം 1-ാം നമ്പർ വഹാബിയായിരുന്നു നൂഹ് നബി. പിന്നെ നൂഹ് നബിയെ ചോദിക്കുവോ? നേരെ മറിച്ച് നൂഹ് നബിന്റെ മറുഭാഗത്ത് അള്ളാഹു മുക്കിക്കൊന്ന കൗമ് ഇന്നത്തെ ഞാൻ പറഞ്ഞ ടീമിന്റെ പൂർവികരായിരുന്നു. അവർ ഔലിയാക്കളെ വിളിച്ച് ആരാധിക്കുന്നവരായിരുന്നു. ഞാൻ ഈ വാചകം പറഞ്ഞിട്ടാണ് കാസർഗോഡ് ഒരു കുട്ടി ഇപ്പൊ മുജാഹിദായത് കഴിഞ്ഞ 3 ആഴ്ച മുമ്പ്. ഈ ഒരൊറ്റ പരാമർശം അവൻ പോയിട്ട് സുന്നി പരിഭാഷ നോക്കി. അപ്പൊ KV മുഹമ്മദ് മുസ്ലിയാർ മുജാഹിദുകൾ പറയുന്ന പോലെ എഴുതി വെച്ചിട്ട് ഓ മുജാഹിദായി. ഓനവണെ നിങ്ങൾക്ക് ഇപ്പൊ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമല്ലായിട്ട്. ഓൻ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് AP സുന്നിയ പക്ക AP ഓൻ മാറി. കാരണം ഓൻ ഖുർആൻ കേട്ടു, ഓൻ ചിന്തിച്ചു, ഓൻ പിന്നൊന്നും നോക്കിയില്ല, ഒറ്റപ്പെട്ടു. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇടക്ക് വിളിക്കും, ആശ്വാസത്തിന്റെ വാക്ക് പറയണേ ഉസ്താദേ. ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി അതാ. ഇന്നലെ കണ്ടവൻ ഇന്ന് തൗഹീദായി. ഇന്നലെ വരെ കണ്ടോലെ വിളിച്ച് പ്രാർത്ഥിച്ചവൻ ഇന്ന് പടച്ചോനെ മാത്രം വിളിക്കുന്നവനായി. എത്ര കൃത്യമാണ്. അടുത്തത് നമ്മുടെ തൊട്ടുമുത്തൽ, അതുപോലെ തന്നെ ഈ മഹാന്മാരായ ആളുകളോട് പ്രാർത്ഥിക്കൽ. അങ്ങനൊരു സമീപനം ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. ഖബർ സിയാറത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ എന്തിനാണ്? ശരിക്കും മരണത്തെ ഓർക്കാനാണ്, മരണാനന്തര ജീവിതത്തെ ഓർക്കാനാണ്, അല്ലാതെ ഖബറാലികളോട് ദുആ ചെയ്യാനല്ല. അതൊരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കുകയും അരുത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏത് രംഗത്തും നിങ്ങൾ നോക്കിക്കോ, അള്ളാഹു റസൂലും നമ്മളെ പഠിപ്പിച്ചെടുത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾക്ക് തെറ്റുണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ. എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, പ്രമാണം വെച്ച് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് വളരെ ഗൗരവമായി 2 പോയിന്റ് കൂടെ പറഞ്ഞ് സമാപിപ്പിക്കുകയാണ്. നോക്കൂ, നമ്മുടെ മരണം നമുക്കത് എപ്പോഴാണെന്ന് അറിയില്ല, എവിടെ വെച്ചാണെന്ന് അറിയില്ല. ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖദിമൂൻ. ഒരു നാഴിക അല്ലാഹു പിന്തിച്ചിടൂല. ഒരു നാഴിക, ഒരു മൈക്രോ സെക്കൻഡ് പിന്തിച്ചിടൂല സുഹൃത്തുക്കളെ. ഖുർആന്റെ 16-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ 16-ാം അധ്യായം 61-ാമത്തെ വചനത്തിൽ പറയാണ്, ഒരു നാഴിക അല്ലാഹു നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഒരിക്കലും അല്ലാഹു ആ സമയമായ നമ്മളെ മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനും കഴിയില്ല. 56-ാം അധ്യായം 60-ാമത്തെ വചനം. നിങ്ങളോട് പറയാനുള്ള വേറൊരു ഖുർആനിക വചനവും കൂടിയാണ്. അതെന്താണെന്നറിയോ? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂലാ. ആ ആയത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അല്ലാഹുവേ ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ആളുകൾ, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ആളുകൾ, ആ ആളുകൾ അല്ലാഹുവിനോട് വിലാപമായി പറയുന്നതാണ്, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് അവർ പറയാണ്, വഖാലു ലൗ കുന്നാ നസ്മഉ വ നഅഖിൽ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ. വേറെ ഒന്നുകൂടി അവർ പറയുന്നു, സാദത്തനാ വകുബറാനാ ഫഅദല്ലൂന സബീലാ, സാദാത്യങ്ങളും കുബറായിങ്ങളും ഞങ്ങളുടെ നേതാക്കന്മാര്, പണ്ഡിതന്മാര്, ഉലമാക്കള്, അവരെ തൊണ്ടവിടാതെ ഞങ്ങൾ വിഴുകി, ഞങ്ങൾ ഇതാ നരകത്തിലാണ്. അതുകൊണ്ട് റബ്ബനാ ആതിൽ ളഫൈന മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ കൊടുക്കണേ പടച്ചോനെ. ഖുർആനിലെ 33-ാം അധ്യായം 66, 67, 68, 67-ാം അധ്യായം 8, 9, 10. അതുകൊണ്ട് ഈ കൂരാട് എന്ന് പറയുന്ന വണ്ടൂരിനടുത്ത ഈ സ്ഥലത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളോട് ഈ വിഷയം പറഞ്ഞു. 3 സുപ്രധാന പോയിന്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. അതിൻ്റെ അനുബന്ധങ്ങളാണ് ബാക്കിയൊക്കെ. 1, ഭൂരിപക്ഷ മതപണ്ഡിതന്മാർ നമ്മളെ പിഴപ്പിക്കുമെന്ന് അള്ളാഹ് തീർത്തു പറഞ്ഞു. അത് ശരിക്കും നമുക്ക് ബോധ്യം ഉണ്ടാകുക. എല്ലാ മതസമൂഹത്തിൻ്റെയും പണ്ഡിതന്മാർ അവർക്ക് ജീവിക്കാൻ ആവശ്യമായതല്ലാതെ നമ്മളോട് പറയില്ല. യഥാർത്ഥ വേദഗ്രന്ഥത്തിലുള്ള ഏകദൈവ വിശ്വാസമോ മരണാനന്തര ജീവിതമോ നരകമുണ്ടെന്നോ ശിർക്ക് ചെയ്താൽ, പശുവിനെ ആരാധിച്ചാൽ നരകത്തിൽ പോകുന്നൊന്നും ഹൈന്ദവ സന്യാസിമാർ നമ്മളെ പഠിപ്പിക്കാൻ പോണില്ല. അതുകൊണ്ട് ഇസ്ലാം നിങ്ങളോട് ആ കാര്യം പറയാൻ, നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാം, നിങ്ങൾക്ക് യഥാർത്ഥമായ സത്യമതത്തിലേക്ക് വരാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ ദൗത്യം ഇവിടെ ഭംഗിയായി നിർവഹിച്ചു. തീർച്ചയായും മനുഷ്യർ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സത്കർമ്മം അത് എന്ന് ഖുർആൻ പറഞ്ഞ 41-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനമാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഖബറാളികളിലേക്കല്ല, ദർഗയിലേക്കല്ല, ഔലിയാക്കളെ കറാമത്തിലേക്കല്ല, അള്ളാഹുവിന്റെ മഹാത്മ്യത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഇനി ഒരൊറ്റ മിനിറ്റ് കൊണ്ട് യുവാക്കളോട്, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് തൊലഞ്ഞു പോകുന്ന യുവാക്കളെ, ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത്
നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നോക്കാനാണ്. 60-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഖുർആന്റെ 18-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. ഈ ഭൂമിയുടെ അലങ്കാരവും ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ. നിന്നും ഇരുന്നും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ഓർക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, പഠിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അവർ പറയും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില. അല്ലാഹുവേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. 3-ാം അധ്യായം 190, 191, 2-ാം അധ്യായം 164, 31-ാം അധ്യായം 10, 11 വചനങ്ങളിലൊക്കെ ഈ കാര്യമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും പൊറുക്കലിനെ തേടുക. എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്താലും പടച്ചവനോട് പൊറുക്കലിനെ തേടുക. എന്നിട്ട് പടച്ചവനിലേക്ക് അടുക്കുക. അള്ളാഹിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യുക. ഇബാദത്തിൻ്റെ ഒരംശവും ഒരു ഖബറാളിക്കും നൽകാതിരിക്കുക, ഒരു മഹാനും നൽകാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിന് പോലും സഹാബത്ത് ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുക. പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത്. എല്ലാ നിലക്കും നോമ്പ് നോറ്റ് വിട്ടാനുള്ളവർ നോമ്പ് നോറ്റ് വിടുകയും കൂടുതൽ കൂടുതൽ നോമ്പുകാരായി തീരുകയും, ഇനി നോമ്പ് വീട്ടാനില്ലെങ്കിൽ പോലും ഷാബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റമദാന്റെ തൊട്ട് മുമ്പത്തെ മാസത്തിൽ കൂടുതൽ നോമ്പുകാരനായി റസൂലുള്ളാഹിനെ ആയിഷ ബീബി റളിയല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ഖുർആനും സുന്നത്തുമായിരിക്കും നമ്മുടെ മാനദണ്ഡം. നമ്മുടെ വീടിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് വദുകുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് ഖുർആനും സുന്നത്തും പാരായണം ചെയ്യാം. 33-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് ഖുർആനും സുന്നത്തുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നിരാകരിക്കുന്നവർ നമ്മളാവരുത്. നമ്മുടെ വകയായി ഖുർആനെ വ്യാഖ്യാനം വെക്കരുത്, അർത്ഥം വെക്കരുത്, ഒന്നും ചെയ്യരുത്. അങ്ങനെ വെച്ച് പോയാൽ അത് ബോധപൂർവം അല്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ തിരുത്തണം, സത്യത്തിലേക്ക് വരണം. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.